നമസ്കാരം, ന്യൂസ് ടുഡേയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. KM Trading Flexi Carnival. You could win a brand new Lancer GLX 2000cc. Flexi, life easy. ലാവ്ലിൻ കേസിൽ അടിയന്തരമായി വാദം കേൾക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ സർക്കാരിന്റെ ഉപഹർജി. വിചാരണ കോടതി തെളിവുകൾ അപഗ്രഥിച്ചില്ലെന്ന് സർക്കാർ. കഴിഞ്ഞ 2 വർഷം സർക്കാർ ഉറങ്ങിപ്പോയോ എന്ന് കോടിയേരി. പിണറായിക്ക് മത്സരിക്കാൻ തടസ്സമില്ലെന്ന് യെച്ചൂരി. നിയമത്തിന്റെ വഴിക്കെന്ന് മുഖ്യമന്ത്രി. ബാർ കോഴക്കേസിൽ കെ മാണിക്ക് ക്ലീൻ ചിറ്റ് നൽകി വിജിലൻസ്. മലക്കം മറിഞ്ഞ SP സുകേശൻ. തെളിവ് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന തുടരന്വേഷണ റിപ്പോർട്ട്. ബാർ ഉടമകൾ അന്വേഷണവുമായി സഹകരിച്ചില്ല. സത്യം തെളിഞ്ഞെന്ന് കേരള കോൺഗ്രസ്. സാഹചര്യം മാറിയാൽ മാണിക്ക് മന്ത്രിസഭയിലേക്ക് മടങ്ങിവരാമെന്ന് മുഖ്യമന്ത്രി. കേസ് അട്ടിമറിച്ചുവെന്ന് പ്രതിപക്ഷം. കർക്കശ ഭീകരവിരുദ്ധ നടപടിയുമായി പാകിസ്ഥാൻ. ജെയ്ഷെ മുഹമ്മദിന്റെ തലവൻ മൗലാന മസൂദ് അസറിനെ അറസ്റ്റ് ചെയ്തു. ഭീകര കേന്ദ്രങ്ങൾ പൂട്ടി. ഇന്ത്യയിലേക്കും അന്വേഷണ സംഘത്തെ അയക്കും. ഭീകരർ ഒരു രാത്രി പത്താൻകോട്ട് തങ്ങിയെന്ന് NIA. LDFിലേക്ക് RSPയെ തിരികെ കൊണ്ടുവരാൻ ബംഗാൾ ഘടകത്തിന്റെ നീക്കം. ചർച്ചയ്ക്ക് കേന്ദ്ര ഘടകം മുൻകൈയെടുക്കുമെന്ന് സംസ്ഥാന സെക്രട്ടറി റിപ്പോർട്ടറോട്. UDFിന്റെ അഴിമതി തെരഞ്ഞെടുപ്പിൽ RSPക്ക് തിരിച്ചടിയാകുമെന്ന് ബംഗാൾ ഘടകത്തിന്റെ മുന്നറിയിപ്പ്. ഫയർ ആൻഡ് സേഫ്റ്റി വകുപ്പിന്റെ അനുമതി ഇല്ലാതെ നിർമ്മിച്ച സെക്രട്ടേറിയറ്റ് അനക്സ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മാറ്റി. പുതിയ തീയതി പിന്നീട്. നടപടി റിപ്പോർട്ടർ വാർത്തയെ തുടർന്ന്. ഉദ്ഘാടന ചടങ്ങിന് VSനെ ക്ഷണിക്കാത്തതും വിവാദം. SNC ലാവ്ലിൻ കേസിൽ അടിയന്തരമായി വാദം കേൾക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാർ ഹൈക്കോടതിയിൽ ഹർജി നൽകി. പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള പ്രതികളെ കുറ്റവിമുക്തരാക്കിയ വിചാരണ കോടതി ഉത്തരവ് തെളിവുകൾ അപഗ്രഥിക്കാതെയായിരുന്നു എന്ന് ഹർജിയിൽ പറയുന്നു. CBIയുടെ മുഴുവൻ കണ്ടെത്തലുകളും അക്കമിട്ട് നിരത്തിയാണ് സർക്കാർ ഹർജി നൽകിയിരിക്കുന്നത്. ഖജനാവിന് കോടികളുടെ നഷ്ടമുണ്ടാക്കിയ പ്രതികളെ വിചാരണയ്ക്ക് വിധേയരാക്കണമെന്ന് സർക്കാർ ആവശ്യപ്പെട്ടു. SNC ലാവ്ലിൻ കേസിൽ തിരുവനന്തപുരത്തെ പ്രത്യേക CBI കോടതി പിണറായി വിജയൻ അടക്കമുള്ള മുഴുവൻ പ്രതികളെയും കുറ്റവിമുക്തരാക്കിയിരുന്നു. ലാവ്ലിൻ കേസ് റദ്ദാക്കിയ കോടതി CBIയുടെ കണ്ടെത്തലുകൾ തള്ളിക്കളഞ്ഞു. വിചാരണ കോടതി ഉത്തരവിനെതിരെ CBI ഹൈക്കോടതിയിൽ റിവിഷൻ ഹർജി നൽകിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ ഹർജിയിൽ കക്ഷി ചേരാൻ അപേക്ഷ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനിടയിൽ ഹൈക്കോടതി പലതവണ ഹർജി പരിഗണിച്ചിരുന്നു. എന്നാൽ SNC ലാവ്ലിൻ കമ്പനിക്കും അതിന്റെ മുൻ സീനിയർ വൈസ് പ്രസിഡന്റായിരുന്ന ക്ലോസ് റണ്ടലിനും നോട്ടീസ് അയക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇതോടെ കേസിന്റെ തുടർ നടപടികൾ അനിശ്ചിതമായി നീണ്ടുപോയി. ഈ സാഹചര്യത്തിലാണ് സർക്കാർ വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കുന്നത്. കേസിൽ അടിയന്തരമായി വാദം കേൾക്കണമെന്നാണ് സർക്കാർ ആവശ്യം. CBI കണ്ടെത്തിയ മുഴുവൻ തെളിവുകളും നിരത്തിയാണ് സർക്കാർ ഹർജി നൽകിയത്. ഖജനാവിന് കോടികളുടെ നഷ്ടമുണ്ടാക്കിയ പ്രതികളെ വിചാരണ ചെയ്യണം. CBI ശേഖരിച്ച തെളിവുകൾ അപഗ്രഥിക്കുന്നതിൽ വിചാരണ കോടതി പരാജയപ്പെട്ടു. രാജ്യത്തെ തന്നെ പ്രധാന അഴിമതി കേസുകളിൽ ഒന്നാണിത്. വ്യവസ്ഥകൾ ലംഘിച്ച് നിയമപരമായി നിലനിൽക്കാത്ത കരാറുണ്ടാക്കിയതിലൂടെ ഖജനാവിന് നഷ്ടമുണ്ടായെന്നാണ് സർക്കാർ വാദം. ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ T ആസഫ് അലിയാണ് സർക്കാരിന് വേണ്ടി കോടതിയിൽ ഹാജരാകുക. തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ലാവ്ലിൻ കേസ് രാഷ്ട്രീയമായും നിയമപരമായും ഉപയോഗിക്കാനാണ് സർക്കാർ നീക്കം. റിപ്പോർട്ടർ, കൊച്ചി. ഈ വിഷയത്തിൽ ശ്രീ T സിദ്ദിഖ്, അഡ്വക്കേറ്റ് ജയശങ്കർ, ശ്രീ ഭാസ്വരേന്ദ്ര ബാബു എന്നിവർ നേരിട്ട്, മറ്റുള്ളവർ ടെലിഫോൺ ലൈനിൽ ചർച്ചയിൽ പങ്കെടുക്കും. ആദ്യം ശ്രീ T സിദ്ദിഖ്, നമ്മൾ സാധാരണ നടന്നു പോകുമ്പോൾ വഴിയരികിൽ കണിക്കൊന്ന പൂത്തു നിൽക്കുന്നത് കണ്ടാൽ അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരിക വിഷു വരാറായി എന്നാണ്. അതേമാതിരി ലാവ്ലിൻ എന്ന് കേട്ട് തുടങ്ങിയാൽ മലയാളികളുടെ മനസ്സിലേക്ക് എത്തുക ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാറായല്ലോ എന്നാണ്. കേവലം തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് എന്നതിനപ്പുറത്ത് എന്തുണ്ട് ഇക്കാര്യത്തിൽ? ഇതില് കണിക്കുന്നയോ അതല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സ്റ്റണ്ടോ അല്ല ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശ്രീ പിണറായി വിജയൻ കേരളത്തിന്റെ സ്റ്റേറ്റ് എക്സ്ചക്കറിന്, സംസ്ഥാന ഖജനാവിന് 374.5 കോടി രൂപയുടെ നഷ്ടം വരുത്തിയതായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ടതായ ഒരു കറപ്ഷൻ കേസിൽ ശ്രീ പിണറായി വിജയൻ ഏതെങ്കിലും ഒരു കോടതിയിൽ വിചാരണയ്ക്ക് വിധേയനായിട്ടുണ്ടോ? വിജിലൻസ് കോടതിയിൽ വിചാരണയ്ക്ക് വിധേയനായിട്ടുണ്ടോ? ഹൈക്കോടതിയിൽ വിധേയനായിട്ടുണ്ടോ? CBI കോടതിയിൽ വിധേയനായിട്ടുണ്ടോ? എവിടെയും അദ്ദേഹം ഒരു രീതിയിലും ഈ കേസിൽ വിചാരണ ചെയ്യപ്പെട്ടിട്ടില്ല. ഇദ്ദേഹത്തെ എങ്ങനെയാണ് ഡിസ്ചാർജ് പെറ്റീഷൻ ഇദ്ദേഹം 227 അനുസരിച്ച് ഫയൽ ചെയ്യുകയും അത് പെട്ടെന്ന് തന്നെ കേട്ട് വിചാരണ തീർപ്പാക്കണമെന്ന് CBI കോടതിക്ക് ഡയറക്ഷൻ കൊടുക്കുകയും ആ CBI കോടതി കേസിന്റെ ടോട്ടൽ മെറിറ്റിലേക്ക് കടക്കാതെയാണ് ഈ കേസിൽ വിധി പറഞ്ഞിരിക്കുന്നത്. പിണറായി വിജയനെ വിസ്തരിക്കുക പോലും ചെയ്യാതെയാണ് ഇതിൽ വിധി പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഇതിൽ പിണറായി വിജയൻ ഡിസ്ചാർജ് പെറ്റീഷൻ കൊടുക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. പിണറായി വിജയൻ മാത്രമല്ല, ഇതിലെ 1ാം പ്രതിയും 2ാം പ്രതിയെ അടക്കം ഇതിൽ ഡിസ്ചാർജ് ചെയ്തു. അതാണ് അതിന്റെ അതിശയകരമായിട്ടുള്ള കാര്യം. പിണറായി വിജയനെ മാത്രമല്ല, ഒരു കറപ്ഷൻ കേസിലെ ആവശ്യപ്പെടാത്ത മറ്റുള്ളവരെയും ഡിസ്ചാർജ് ചെയ്തിട്ടുള്ള. ആയിക്കൊള്ളട്ടെ സിദ്ദിഖ്, ഇവിടെ ഒരു ജുഡീഷ്യൽ സ്ക്രൂട്ടണിക്ക് ശേഷമാണ് പിണറായി വിജയൻ കുറ്റവിമുക്തനാകുന്നത്. അതവിടെ നിൽക്കട്ടെ. ഇവിടെ CBIയെ സംബന്ധിച്ച് സ്വാഭാവികമായും CBI അപ്പീൽ കൊടുക്കും. അതിന്മേലുള്ള വാദം അതിന് മുകളിലുള്ള കോടതിയിൽ ഉണ്ടാകും. ഇതൊക്കെ നമുക്കറിയാം.
തീർച്ചയായും ഇനി ജുഡീഷ്യൽ സ്ക്രൂട്ടണി ഉണ്ടാവില്ല എന്ന് പറയാൻ സാധിക്കുകയില്ല. ഹൈക്കോടതിക്ക് മുമ്പിൽ ആ വിഷയമുണ്ട് താനും. ഇവിടെ ഈ കേസ് വിചാരണ കോടതി തീർപ്പാക്കി 2 വർഷവും 2 മാസവും കഴിഞ്ഞ് സംസ്ഥാന സർക്കാർ ഉടൻ ആ റിവിഷൻ ഹർജി കേൾക്കണം എന്ന് ഉപഹർജി നൽകുന്നതിൻ്റെ പരിഹാസ്യതയാണ് ഞാൻ ചോദ്യം ചെയ്യുന്നത്. അത് പരിഹാസ്യതയല്ല, അത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. 1, ഇത് നേരത്തെ ചെയ്യേണ്ടിയിരുന്നതാണ്. 2, അതിന്റെ കാരണം CBI കോടതിയുടെ വിധിക്കെതിരായി 2 പെറ്റീഷൻ ഹൈക്കോടതിയുടെ മുമ്പിലുണ്ട്. 1, CBI തന്നെ കൊടുത്തതായിരിക്കുന്ന റിവിഷൻ പെറ്റീഷൻ ഉണ്ട്. 2, ശ്രീ നന്ദകുമാർ കൊടുത്തതായിരിക്കുന്ന റിവിഷൻ പെറ്റീഷൻ ഉണ്ട്. ഇതിൽ നന്ദകുമാർ കൊടുത്ത റിവിഷൻ പെറ്റീഷനിൽ സ്റ്റേറ്റ് അതിന്റെ റെസ്പോണ്ടന്റ് കൂടിയാണ്. അതിന്റെ റെസ്പോണ്ടന്റ് ആണ് സ്റ്റേറ്റ്. അതുകൊണ്ട് സർക്കാർ ഇന്ന് പറഞ്ഞിട്ടുള്ളത് റിവിഷൻ പെറ്റീഷൻ കൊടുക്കുകയല്ല ചെയ്തിട്ടുള്ളത്. സർക്കാർ ഇന്ന് ചെയ്തിട്ടുള്ളത് 482 അനുസരിച്ച് CRPC അനുസരിച്ച് ഹൈക്കോടതിയുടെ ഇൻഹറന്റ് പവർ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതായ നടപടി സ്വീകരിക്കണം, ഇത് വേഗത്തിലാക്കണം എന്നുള്ളതാണ് വിശദീകരിക്കുന്നത്. അഡ്വക്കേറ്റ് ജയശങ്കർ, 2006 നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ദിവസം തന്നെയാണ് ഇക്കാര്യത്തിൽ മന്ത്രിസഭാ യോഗം ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് CBI അന്വേഷണത്തിന് തീരുമാനിക്കുന്നത്. 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ SNC ലാവ്ലിൻ കേസ് ഒരു വിഷയമായിരുന്നു. 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് ഇതേപോലെ പിണറായി വിജയൻ ഒരു ജാഥ നയിക്കാൻ ഇരിക്കുമ്പോഴാണ് CBI അദ്ദേഹത്തെ പ്രതി ചേർത്തുകൊണ്ട് കുറ്റപത്രം നൽകുന്നത്. ഇപ്പോൾ ഇതാ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു, അവിടെയും ലാവ്ലിൻ വരുന്നു. ഇവിടെ സർക്കാർ ഒരു ഉപഹർജിയുടെ രൂപത്തിൽ പെട്ടെന്ന് ഈ കേസിൽ ഒന്ന് ഹിയറിംഗ് നടത്തി എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കി തരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എങ്ങനെ കാണുന്നു താങ്കൾ? അല്ല, ഇതിന് രാഷ്ട്രീയമെന്ന പോലെ നിയമപരവും സാങ്കേതികമായിട്ടുള്ള വശമുണ്ട്. ഞാൻ ആ വശം ആദ്യം പറയാം. ഇവിടെ ഈ കേസ് അന്വേഷിച്ചതും ചാർജ് ഷീറ്റ് കൊടുത്തതും CBI ആണ്. ഉത്തരവ് വന്നപ്പോൾ CBIക്കെതിരായിട്ടുള്ള ഉത്തരവാണ് വന്നത്. തിരുവനന്തപുരത്തെ സ്പെഷ്യൽ കോടതിയിൽ നിന്ന് വന്ന ഉത്തരവ് CBI കൊടുത്ത ചാർജ് നിലനിൽക്കുകയില്ല എന്നുള്ളതാണ്. സിദ്ദിഖ് പറഞ്ഞത് ശരിയാണ്. കാരണം പിണറായി വിജയനെ എതിരായിട്ട് ഒരു സാക്ഷി വിസ്താരം ഉണ്ടായിട്ടില്ല, വിചാരണ നടന്നില്ല. കാരണം വിചാരണ പോലും വേണ്ടി വന്നില്ല, ചാർജ് തന്നെ നിലനിൽക്കുകയില്ല എന്നാണ് CBI കോടതി ജഡ്ജി വിധിച്ചത്. ആ വിധി ശരിയോ തെറ്റോ എന്ന കാര്യത്തിൽ ഇപ്പോൾ തർക്കത്തിലിരിക്കുകയാണ്. അത് ഹൈക്കോടതിയുടെ മുമ്പിലിരിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ന്യായാന്യായതകളെക്കുറിച്ച് വാദിക്കുന്നതിൽ അർത്ഥമില്ല. അത് ഹൈക്കോടതി തീരുമാനിക്കട്ടെ, ഹൈക്കോടതി തീരുമാനിക്കുകയും ചെയ്യണം. ഇവിടെ നമുക്ക് അറിയാവുന്ന പോലെ 2 കക്ഷികൾക്കുള്ള നോട്ടീസ് പോയിട്ട് മടങ്ങിയിട്ടില്ല. അവർ ഇന്ത്യ രാജ്യത്തില്ല. അതുകൊണ്ടാണ് ഈ കേസ് ബെഞ്ചിൽ വരാത്തത്. ഇവിടെ ഇതിൽ ഒരു താല്പര്യമെടുക്കേണ്ടത് കക്ഷി CBI ആണ്. കാരണം കേസ് കൊടുത്തിട്ടുള്ള CBI ആണ്. CBIയുടെ ഹർജിയാണ് പരിഗണനയുള്ളത്. സർക്കാർ ഹർജി കൊടുത്തിട്ടില്ല. സർക്കാരിന് ഹർജി കൊടുക്കാനും പറ്റില്ല, കാരണം സർക്കാർ കക്ഷിയല്ല. നന്ദകുമാറിൻ്റെ കേസിൽ സർക്കാരിൻ്റെ ഒരു പ്രതിയാക്കിയിട്ട് ഒരു റെസ്പോണ്ടൻ്റായിട്ട് എതിർകക്ഷിയായിട്ട് ചേർത്തിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. സർക്കാരിന് ഇതിൽ യാതൊരു റോളുമില്ല. ഇവിടെ നിന്നാണ് രാഷ്ട്രീയം ആരംഭിക്കുന്നത്. ഞാൻ പറയും, സാങ്കേതികമായിട്ട് സർക്കാരിന് ഇതിൽ യാതൊരു റോളുമില്ല. സർക്കാർ CBI ഏൽപ്പിച്ചു, CBI പ്രോസിക്യൂട്ട് ചെയ്തു. പ്രോസിക്യൂഷൻ പൊളിഞ്ഞാലും പ്രോസിക്യൂഷൻ നേടിയാലും CBIക്കാണ്, നമുക്കാർക്കും ഇല്ല. സ്റ്റേറ്റ് അതിൽ കക്ഷിയല്ല. സ്റ്റേറ്റ് സാങ്കേതികമായിട്ട് പോലും കക്ഷിയാകാൻ സാധ്യവുമല്ല, കാരണം സ്റ്റേറ്റ് അല്ല പ്രോസിക്യൂട്ട് ചെയ്തത്. അപ്പോൾ പിന്നെ സർക്കാർ ഇപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു വൃഥാ വ്യായാമമാണ് ഇങ്ങനെ ഒരു പെറ്റീഷൻ കൊടുക്കുക, ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് വീണ്ടും കൊണ്ടുവരിക. പിണറായി വിജയനോട് യാതൊരു സ്നേഹമില്ലാത്ത ആളാണ് ഞാൻ. ഇവിടെ സിദ്ദിഖ് ശ്രീ പിണറായി വിജയൻ എന്ന് പറയും, ഞാൻ വെറുതെ പിണറായി വിജയൻ എന്ന് പറയും. മനസ്സിലായില്ലേ? അത്രയ്ക്കുള്ള ബഹുമാനം പോലും എനിക്ക് അദ്ദേഹത്തോടില്ല. അദ്ദേഹത്തെ നമ്മൾ പറയുമ്പോൾ സത്യം പറയുമ്പോൾ പറയാതിരിക്കാൻ പറ്റുമല്ലോ. പിണറായി വിജയൻ ജാഥ പ്രഖ്യാപിച്ചു, നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ജാഥ തുടങ്ങാൻ പോകണം. അപ്പോഴാണ് ഇവർ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റത്. സിദ്ദിഖ് പറഞ്ഞാൽ ഒരു കാര്യം ന്യായമാണ്, കാരണം ഈ ഹർജി നേരത്തെ കൊടുക്കേണ്ടായിരുന്നു, സർക്കാരല്ല CBI. 2 ജില്ലാ കൊല്ലമായിട്ടൊരു കേസ് വെറുതെ കിടക്കുകയാണ് ഡോർമെൻ്റായിട്ട്. അത് CBIയുടെ ഭാഗത്തു നിന്നാണ് അങ്ങനെ ഒരു നീക്കം ഉണ്ടാവുന്നത്. ഇപ്പോൾ സർക്കാർ കൊടുക്കുമ്പോൾ എന്തുണ്ടാവും പോകണം വെച്ചാൽ നാളെ CPM മുഴുവൻ വ്യാഖ്യാനിക്കും. എന്താണ്? ഞങ്ങളുടെ നേതാവ് ജാഥ നടത്താൻ പോകുന്നു, അദ്ദേഹം മുഖ്യമന്ത്രിയാകാൻ പോകുമ്പോൾ കോൺഗ്രസ്സുകാർ കൊതിക്കറിവ് കൊണ്ട് ഒരു പെറ്റീഷനുമായിട്ട് വന്നിരിക്കുന്നു എന്നുള്ള വ്യാഖ്യാനം ഉണ്ടാവും. നേരെ മറിച്ച് CBIയുടെ ഭാഗത്തു നിന്നാണ് ഒരു പെറ്റീഷൻ വന്നെങ്കിൽ അതിലൊരു ന്യായമുണ്ട്. റൈറ്റ്. 2013 നവംബർ 5-ാം തീയതിയാണ് ഇക്കാര്യത്തിൽ വിചാരണ കോടതി പിണറായി വിജയനെ കുറ്റവിമുക്തനാക്കുന്നത് എന്നോർക്കണം. ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് 2 മാസം മാത്രം അവശേഷിക്കുന്ന നിൽക്കുമ്പോൾ സർക്കാർ ഇങ്ങനെ ഒരു ഉപഹർജി നൽകുന്നു. ശ്രീ ഭാസുരേന്ദ്ര ബാബു, പിണറായി വിജയൻ 2009 നടത്തിയ കേരള യാത്ര യഥാർത്ഥത്തിൽ ലാവ്ലിൻ വിശദീകരണ യാത്രയായി മാറ്റേണ്ടി വന്നിരുന്നു. കാരണം അതേ തുടർന്ന് CPIM നേതാക്കൾ വലിയ തോതിൽ വൈകാരികമായി, പ്രത്യേകിച്ച് EP ജയരാജൻ ജാഥാംഗമൊക്കെ പ്രതികരിക്കുന്നത് കണ്ടു. ഒരു 3-4 മാസത്തേക്ക് ഇത് മാത്രമായിരുന്നു ചർച്ച. അത് ഈ യാത്രയിലാകട്ടെ, അതിനുശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലാകട്ടെ സമാനമായൊരു സാഹചര്യം ഇവിടെ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. കേരളം അങ്ങനെ ഒരു സാഹചര്യം കാത്തിരിക്കണോ? ആ പ്രതീക്ഷയിലായിരിക്കാം ഒരു പക്ഷേ ഇങ്ങനെ ഒരു ഹർജി. അല്ല, അതിനകത്ത് ഇപ്പോൾ എല്ലാവരും ഏകദേശം ധാരണയിലെത്തിയ ഒരു സാഹചര്യത്തിന് ആരംഭിക്കുന്നതാണ് നല്ലത്. കാരണം അനധികൃതമോ അനാവശ്യമോ ആയ ധാരാളം വാദമുഖങ്ങൾ, അന്തസാരശൂന്യമായ വാദമുഖങ്ങൾ ധാരാളം നടത്തപ്പെട്ട ഒരു കേസാണിത്.
ആ കേസിനെ സംബന്ധിച്ച് പ്രാഥമികമായ ഒരു വിചാരണയ്ക്ക് യോഗ്യമല്ല ആ കേസ് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ അന്ന് തന്നെ. അത് പോകട്ടെ, അതിന് ഓരോരുത്തർക്കും അവരുടെ ന്യായങ്ങളുണ്ട്. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്താണ്? 2006 മുതൽ 2016 വരെ എത്തുന്ന 10 വർഷത്തിനകത്ത് അന്ന് എന്തൊക്കെയാണോ ഉന്നയിക്കപ്പെട്ടത് ലാവ്ലിനുമായി ബന്ധിപ്പിച്ച്, അതേ പ്രശ്നം തന്നെ ഈ സർക്കാർ തങ്ങളുടെ നിലപാട് എന്നും അങ്ങനെ തന്നെയാണ്. ഇപ്പം നമുക്കറിയാം, ഈ സർക്കാർ ഇടപെട്ടാലും ഇല്ലെങ്കിലും ഹൈക്കോടതിക്ക് ഈ കേസ് വിചാരണ ചെയ്യേ തന്നെ വേണം. അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഈ കേസിൽ കൈക്കൊണ്ടിരിക്കുന്ന കാര്യം പുനഃപരിശോധനയ്ക്ക് ഹൈക്കോടതിക്ക് വിധേയമാക്കിയേ പറ്റൂ. അതേ സംബന്ധിച്ച് അഭിപ്രായം പറഞ്ഞേ പറ്റൂ. അപ്പോൾ ആ കാര്യത്തിലൊന്നും ഒരു വ്യത്യാസവുമില്ല. മറിച്ച് എന്നിട്ടും ഈ സർക്കാർ എന്തുകൊണ്ട് ഔദ്ധ്യത്തോടെ അതിനകത്ത് ഇടപെടുന്നു? ഇടപെട്ടാലും ഇല്ലെങ്കിലും ഈ കേസിനെ സംബന്ധിച്ച് വീണ്ടും ചർച്ചകൾ വരുമെന്ന് നല്ല ഉറപ്പ് സർക്കാരിനുള്ള സമയത്ത് എന്തിനങ്ങനെ ഇടപെടുന്നു എന്നതാണ് യഥാർത്ഥ ചോദ്യം. ആ ചോദ്യം പിണറായി വിജയനുമായി ബന്ധിപ്പിച്ചല്ല, മറിച്ച് പ്രതിപക്ഷവുമായി ബന്ധിപ്പിച്ച്, അല്ലെങ്കിൽ ഒരു പ്രതിപക്ഷ നേതാവുമായി ബന്ധിപ്പിച്ച് ഒരു ഭരണകക്ഷി എടുക്കുന്ന സമീപനത്തിൻ്റെ ഔചിത്യമില്ലായ്മയുമായി ബന്ധിപ്പിച്ച് വരുന്ന ചോദ്യമാണ്. 10 വർഷങ്ങൾക്ക് മുമ്പും അത് തന്നെയായിരുന്നു, ചിലർക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോയി എന്ന് മാത്രമേയുള്ളൂ. അതേ രീതി തന്നെ ഇപ്പോഴും അവലംബിക്കുന്നു എന്നതാണ് വസ്തുത. ഇത്തവണയാകട്ടെ കഴിഞ്ഞ കാലഘട്ടത്തിൽ നിന്ന് അനുഭവങ്ങൾ പഠിച്ചിരിക്കുന്നത് കൊണ്ട് മാധ്യമങ്ങളോ അല്ലെങ്കിൽ ഒരു വിഭാഗം രാഷ്ട്രീയ വിമർശകരോ പഴയതുമാതിരി നിലപാടെടുക്കുന്നില്ല. ഇനി എടുക്കാൻ പോലും അവർക്ക് കഴിയില്ല. അങ്ങനെ വരുമ്പോൾ ഇവിടെ ലാവ്ലിൻ കേസിൽ പിണറായി വിജയനെ വിചാരണ കോടതി കുറ്റവിമുക്തനാക്കിയിട്ട് ഡിസ്ചാർജ് ചെയ്തിട്ട് 2 വർഷവും 2 മാസവും കഴിഞ്ഞപ്പോൾ സംസ്ഥാന സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട റിവിഷൻ ഹർജികൾ ഉടൻ കേൾക്കണം എന്നാവശ്യപ്പെട്ട് ഒരു ഉപഹർജി നൽകിയിരിക്കുകയാണ്. എന്തുകൊണ്ടായിരിക്കും സർക്കാരിന് അങ്ങനെ തോന്നിയത്? എന്താണ് BJP എത്തിച്ചേരുന്ന നിഗമനം? അല്ല, സർക്കാർ ഒരു കാര്യം വ്യക്തമാക്കേണ്ടത് എന്തുകൊണ്ട് കഴിഞ്ഞ 2 വർഷക്കാലമായിട്ട് ഇങ്ങനൊരു ഹർജി കൊടുക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ്. കാരണം തിരുവനന്തപുരത്ത് CBI കോടതി പിണറായി വിജയനെ കുറ്റപത്രത്തിൽ നിന്ന് ഒഴിവാക്കിയപ്പോൾ അന്ന് തന്നെ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ആരോപണം കോൺഗ്രസിന്റെയും CPM-ന്റെയും കേന്ദ്ര നേതൃത്വം തമ്മിലുണ്ടാക്കിയിട്ടുള്ള ധാരണയുടെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെ ഒരു വാർത്ത വരാനുള്ള കാരണം CBI-ക്ക് വേണ്ടിയിട്ട് അന്ന് തിരുവനന്തപുരത്തെ കോടതിയിൽ ഹാജരായിട്ടുള്ള അഭിഭാഷകന്മാർ ഈ കേസ് കൃത്യമായി പഠിക്കാനോ അത് വാദിക്കാനോ തയ്യാറായില്ല. അത് ജഡ്ജി തന്നെ ചോദിച്ചു വന്നിട്ട് നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണ് വാദിക്കുന്നതെന്ന് ചോദിക്കേണ്ട സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് ഏറ്റവും ജൂനിയർ ആയിട്ടുള്ള അഭിഭാഷകന്മാരെ ഹാജരാക്കി കേസ് തോറ്റുകൊടുക്കുകയായിരുന്നു CBI ചെയ്തത് എന്ന് അന്നേ ആക്ഷേപം ഉണ്ടായിരുന്നു. അതിന് പുറകിൽ രാഷ്ട്രീയമായിട്ടുള്ള ഗൂഢാലോചനയാണെന്ന് വ്യക്തമായിരുന്നു. അതിനെ തുടർന്നാണ് സത്യത്തിൽ CBI അപ്പീൽ കൊടുക്കാൻ തന്നെ വൈകി. 1 മാസം കഴിഞ്ഞിട്ടാണ് CBI അപ്പീൽ കൊടുത്തിട്ടുള്ളത്. ആ അപ്പീൽ കൊടുത്ത സന്ദർഭത്തിൽ സംസ്ഥാന സർക്കാരിന് ഈ ഹർജി കൊടുക്കാമായിരുന്നു, കൊടുത്തില്ല. അപ്പൊ കഴിഞ്ഞ 2 വർഷമായിട്ട് എന്തുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റ് കൊടുത്തില്ല എന്നുള്ളതിന്റെ സമാധാനം പറഞ്ഞിട്ട് വേണം ഇന്ന് പുതിയ ഹർജി ഫയൽ ചെയ്യാൻ. ഇതിൽ ശ്രീ MT രമേശ്, ഇത് സർക്കാർ കക്ഷിയായ കേസല്ലല്ലോ. CBI അവരെ സംബന്ധിച്ച് ഒരു തിരിച്ചടി ഉണ്ടാകുന്നു. CBI സ്വാഭാവികമായും അപ്പീൽ പോകുന്നു. ചില സാങ്കേതികത്വം, അതായത് ഈ ക്ലോസ് ഫ്രണ്ടൽ അടക്കമുള്ള ആളുകൾക്ക് നോട്ടീസ് അയക്കാനുള്ള താമസം അല്ലെങ്കിൽ അതിന് മറുപടി കിട്ടാനുള്ള താമസം കൊണ്ട് ഈ കേസ് എടുക്കുന്നില്ല. ഇതിനപ്പുറത്ത് ഏതെങ്കിലും തരത്തിൽ ഒത്തുകളി അല്ലെങ്കിൽ മാച്ച് ഫിക്സിംഗ് എന്നൊക്കെ പറയാൻ എന്താണുള്ളത്? CBI ആയിരുന്നു അപ്പീൽ കൊടുക്കേണ്ടത്. സർക്കാരിന് ഇക്കാര്യത്തിൽ റോൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിച്ച് സർക്കാർ ചെയ്യുന്നു എന്ന് കണ്ടാൽ പോരെ? MT രമേശിൻ്റെ ടെലിഫോൺ കട്ടായി എന്ന് കരുതുന്നു. അദ്ദേഹത്തിലേക്ക് മടങ്ങി വരാം. ശ്രീ T സിദ്ദിഖ്, എന്ന് മാത്രമല്ല ഈ വെപ്രാളത്തിൻ്റെ ഇടയിൽ DGP ഈ ഉപഹർജിയിൽ കോട്ട് ചെയ്തിരിക്കുന്നത് 2005 യഥാർത്ഥ CAG റിപ്പോർട്ട് പോലും അല്ല. അതിൽ പോലും പാകപ്പിഴവ് വന്നിരിക്കുന്നതായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഇതിൽ നടപടിയെടുക്കണം എന്നിപ്പോൾ തന്നെ CPIM ആവശ്യപ്പെട്ട് കഴിഞ്ഞു. എങ്ങനെയെങ്കിലും പിണറായി വിജയനെ വീണ്ടും ഈ വിവാദത്തിലേക്കൊന്ന് വലിച്ചിഴക്കണം, അതൊരു പൊതു ചർച്ചയാക്കണം എന്ന വാശി മാത്രമേ ഉള്ളൂ. അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കുന്നു. ഒന്ന് MT രമേശ് ചോദിച്ച ചോദ്യത്തിന് ആദ്യം മറുപടി പറയാം. കഴിഞ്ഞ 1.5 കൊല്ലമായി CBIയെ കൺട്രോൾ ചെയ്യുന്ന, രാജ്യം ഭരിക്കുന്ന ശ്രീ MT രമേശിന്റെ CBI ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്ത് നടപടിയാണ് ഇതുവരെ സ്വീകരിച്ചത്? ആദ്യം അത് പറയണമല്ലോ. അപ്പൊ ധാരണ ആര് തമ്മിലാ? ധാരണ CPM-ഉം BJP-യും RSS-ഉം തമ്മിലാണോ? CPM-ഉം തമ്മിലാണോ? അതല്ല കോൺഗ്രസും തമ്മിലാണോ? CBI ആണല്ലോ ഇതിൽ റിവിഷൻ പെറ്റീഷൻ കൊടുത്ത് ഡിലേ വരുമ്പോൾ അവിടെ ഇടപെടേണ്ടത്. ഇടപെടുന്നത് ഇപ്പോൾ സർക്കാരാണ്. എന്തുകൊണ്ട്? ഇത് സർക്കാരിൻ്റെ നേരത്തെ ഇവിടെ പരാമർശിക്കപ്പെട്ടൊരു വിഷയമുണ്ട്. സർക്കാരിന് ഇതിൽ റോളില്ല എന്ന്. സർക്കാരിന് റോളുണ്ട്.
സ്റ്റേറ്റ് എക്സ്ചക്കറിന് 374.5 കോടി രൂപയുടെ നഷ്ടം വരുത്തി എന്ന് പ്രിൻസിപ്പൽ അക്കൗണ്ടന്റ് ജനറൽ കണ്ടെത്തിയതായിരിക്കുന്ന ഒരു കേസാണ് ആണല്ലോ. ആ കേസ് മാത്രമല്ല, നമ്മുടെ മലബാർ ക്യാൻസർ സെൻ്ററുമായി ബന്ധപ്പെട്ടുകൊണ്ട് കിട്ടാൻ വെച്ചിരുന്ന തരും എന്ന് പറഞ്ഞിരുന്ന എമൗണ്ട് നയാ പൈസ പോലും വരാത്ത കേസും കൂടിയാണ്. അതും കൂടിയാണ് ടെക്നിക്കാലിയ എന്ന് പറയുന്ന ഒരു പേപ്പർ അക്കാര്യം അതിന്റെ വസ്തുതാപരമായി അവതരിപ്പിക്കുന്നതിൽ പോലും സർക്കാരിന് വീഴ്ച വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. സംസ്ഥാന സർക്കാരിന് ഈ 3 പദ്ധതികളുടെ നവീകരണവുമായി ബന്ധപ്പെട്ട് മുടക്കിയ തുകയ്ക്ക് അനുസരിച്ചുള്ള നേട്ടമുണ്ടായിട്ടില്ല എന്നാണ് 2005 സിയാൻ ഡേജി എഴുതി വെച്ചത്. പക്ഷേ അത് ദ എൻറ്റയർ എക്സ്പെൻഡിച്ചർ ഓഫ് ₹374 crores incurred for renovation was rendered wasteful എന്ന് ആണ് നിങ്ങളുടെ ഹർജിയിൽ, നിങ്ങളുടെ എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ ഹർജിയിൽ പറയുന്നത്. ഒന്നാമത് CAGയുടെ റിപ്പോർട്ടിൽ അങ്ങനെ പറയുന്നില്ല. പറയാത്ത കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് എങ്ങനെയൊക്കെയോ തട്ടിക്കൂട്ടി പെട്ടെന്നൊരു ഹർജി കൊടുക്കുകയാണ്. മറ്റന്നാൾ പിണറായി വിജയൻ യാത്ര തുടങ്ങുന്നല്ലോ, അതിനു മുൻപ് വേണമല്ലോ എന്ന് കരുതി. അങ്ങനെയല്ല, എൻ്റെ കയ്യിൽ ആ പെറ്റീഷൻ്റെ കോപ്പി നിങ്ങളുടെ കയ്യിൽ ഉള്ളതുപോലെ തന്നെ അതിൽ കോപ്പിയുണ്ട്. അതിൽ ആധികാരികമായിട്ടുള്ള ജഡ്ജ്മെന്റിന്റെ പരാമർശങ്ങളും അക്യൂസ്ഡ് 7 ബന്ധപ്പെട്ട അദ്ദേഹം പവർ മിനിസ്റ്ററായിരുന്ന സന്ദർഭം കനഡയിൽ പോയി നടത്തിയ സന്ദർശനവും ആ കനഡ സന്ദർശനത്തിന് ശേഷം ടെക്നിക്കാലിയയുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന നമ്മുടെ മലബാർ ക്യാൻസർ സെന്ററിന് കൊടുക്കാമെന്ന് പറഞ്ഞതായിരിക്കുന്ന പണം കൊടുക്കാത്ത വിഷയവും, അതുമാത്രമല്ല ഇതിൽ പവർ ജനറേഷൻ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതായിരിക്കുന്ന കാര്യം ഉൾപ്പെടെ നിങ്ങൾ അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ബെല്ലുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന ഒരു കാര്യമുണ്ട്. പൊതുമേഖലയെ സംരക്ഷിക്കുന്ന ഭരണകൂടമാണല്ലോ, പാർട്ടിയാണല്ലോ CPIM. ബെല്ലിന് കൊടുക്കേണ്ടതായിരിക്കുന്ന കരാർ ബെല്ല് പറഞ്ഞത് 103 കോടി രൂപയ്ക്ക് ഞങ്ങൾ ഇത് പൂർത്തീകരിക്കാം എന്നുള്ളതാണ്. എവിടെ പറഞ്ഞു എന്നാണ്, ഇവിടെ ഒരു ടെൻഡർ വിളിച്ചിട്ടില്ലല്ലോ, ഓപ്പൺ ടെൻഡർ ഉണ്ടായിരുന്നില്ല. ബെൽ ഇത് സംബന്ധിച്ച് സൈറ്റ് എക്സ്പെക്ഷനോ ഏതെങ്കിലും തരത്തിലുള്ള പരിശോധനയോ ഇതുമായി ബന്ധപ്പെട്ട് എത്ര കോടിക്ക് ഈ പദ്ധതി പൂർത്തിയാക്കാം എന്നത് സംബന്ധിച്ച് ഒരു പരിശോധന നടത്തി ഇങ്ങനെ 103 കോടിയുടെ ടെൻഡർ എവിടെ കൊടുത്തു? ഒന്ന്, ഇതിലേറ്റവും വലിയ പ്രശ്നം അഭിലാഷ് തന്നെ ചൂണ്ടിക്കാണിച്ചു. ഇത് ഗ്ലോബൽ ടെൻഡർ വിളിക്കേണ്ടതാണ് എന്ന് ഇതിൽ കൃത്യമായി ഇതിൽ പരാമർശം നടത്തിയിട്ടുള്ളത് ബോർഡ് മീറ്റിംഗിൽ ശ്രീ വിനോദ് റായിയാണ്. ആ റിപ്പോർട്ടിനെ അവഗണിച്ചു. ഇത് ഗ്ലോബൽ ടെൻഡർ വിളിക്കേണ്ടത് കൺസൾട്ടൻസി കരാർ ഉണ്ടായിരുന്ന SNC ലാവലിന് സപ്ലൈ കരാർ കൊടുത്തു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രശ്നം. ആയിക്കൊള്ളട്ടെ, ഞാൻ ചോദിച്ച ചോദ്യത്തിന് താങ്കൾ എന്തുകൊണ്ട് ഗ്ലോബൽ ടെൻഡർ വിളിച്ചില്ല എന്നുള്ളത് വേറൊരു ചോദ്യം. ഒരു ടെൻഡർ വിളിക്കാതെ 103 കോടിക്ക് കോട്ട് ചെയ്തു ബെൽ എന്ന് എങ്ങനെ പറയും? ബെൽ ആരോട് പറഞ്ഞു? ബെൽ എവിടെ പറഞ്ഞു? ഇങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ നിരത്തി ഇതൊക്കെ ഏതെങ്കിലും ഒരു കോടതിയുടെ മുൻപിൽ സ്ഥാപിക്കാൻ ശ്രമിച്ചാൽ നടക്കില്ല. അതുകൊണ്ടാണല്ലോ ഈ കേസ് വീണുപോയത്. അഭിലാഷ് ഞാൻ പറയാം. ഒന്ന് അല്ല, കേസ് അതുകൊണ്ട് അങ്ങനെയല്ല വീണത്. കേസ് അങ്ങനെയല്ലേ, ഗവൺമെന്റ് ഓഫ് കേരള GOMS 23/96 PSD ഡേറ്റഡ് 19/9/96 അപ്പോയിന്റഡ് എ കമ്മിറ്റി അണ്ടർ ചെയർമാൻഷിപ്പ് ഓഫ് ശ്രീ E. ബാലാനന്ദൻ. കമ്മിറ്റി റിപ്പോർട്ട് എന്താണെന്നറിയോ? ബാലാനന്ദൻ കമ്മിറ്റി റിപ്പോർട്ട് PSP പവർ സ്റ്റേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് 100.5 കോടിയുടെ റിപ്പോർട്ടാണ് ബാലാനന്ദൻ കമ്മിറ്റി റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. ബെല്ല് മുഖാന്തരം പൊതുമേഖലാ സ്ഥാപനമായ ബെല്ല് മുഖാന്തരം ബാലാനന്ദൻ കമ്മിറ്റി പറഞ്ഞു. അത് ഈ സപ്ലൈ കരാർ ഒപ്പിടുന്നതിന് ഒരാഴ്ചക്ക് മുമ്പാണ് സർക്കാരിനെ സംബന്ധിച്ച് കിട്ടുന്നത് എന്ന് വിശദീകരിച്ചിട്ടുണ്ട്. എന്ന് മാത്രമല്ല, കൺസൾട്ടൻസി കരാർ UDF സർക്കാർ ഒപ്പിട്ടതിന് ശേഷമാണല്ലോ. നമ്മൾ അത്ര വലിയ ചർച്ചയിലേക്ക് പോകുന്നതിന് മുൻപ് നമുക്ക് ഇന്നത്തെ വിഷയം പരിഹരിക്കണമല്ലോ. ശ്രദ്ധിക്കുക, ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. തുടരണം താങ്കൾ. അഡ്വക്കേറ്റ് ജയശങ്കർ, ഈ കേസിൽ ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഇങ്ങനെ ഒരു ഉപഹർജി കൊടുക്കുന്നു, ഈ കേസ് വേഗം തീർപ്പാക്കണം എന്നാവശ്യപ്പെടുന്നു. വേഗം എന്നുള്ളത് നമുക്കൊരു 3 മാസം, അതിന് മുൻപാണല്ലോ നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഒരു 3 മാസത്തിനുള്ളിൽ വരികയാണ്. ഇത് നിയമപരമായി എങ്ങനെയാണ് സാധിക്കും? അല്ല, ഇതിൽ സാങ്കേതികമായിട്ടൊരു പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഇത് കേസ് പ്രോസിക്യൂട്ടീവ് ഏജൻസി എന്ന് പറയുന്നത് CBI ആണ്. CBI ആണ് ഇതിലെ പരാതിക്കാരൻ. കാര്യം സ്റ്റേറ്റ് എക്സ്ചക്കറിൻ്റെ സ്ഥിതിക്ക് പറഞ്ഞ പോലെ നഷ്ടമുണ്ടായി, വലിയ നഷ്ടമുണ്ടായി, കോടികളുടെ നഷ്ടമുണ്ടായി എന്നൊക്കെ പറയുമ്പോൾ പോലും നമ്മൾ ഈ അന്വേഷണം CBI ഏൽപ്പിച്ചു. CBIക്കാർ അവരെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് കൊടുത്തു, ചാർജ് കൊടുത്തു. ആ ചാർജ് നിലനിൽക്കില്ല എന്ന് പറഞ്ഞാൽ പിന്നെ പരാതി കൊണ്ട് മുന്നോട്ട് പോകേണ്ടത് CBI ആണ്. CBI അത് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ നടപടി എങ്ങും എത്തിയിട്ടില്ല. അത് എവിടെയെങ്കിലും എത്തണം എന്ന കാര്യം ശരിയാണ്, ഇപ്പോഴല്ലെങ്കിൽ എപ്പോഴായാലും എത്തണം. അതിന് CBI ആണ് ഒരു ഹർജി കൊടുക്കേണ്ടത്. സർക്കാർ ഒരു ഹർജി കൊടുത്താൽ അത് പതിവില്ലാത്ത ഒരു നടപടിക്രമമാണ്. എന്തിനു സർക്കാർ ഇങ്ങനെ കൊടുത്തു എന്ന ചോദ്യം അവിടെ നിൽക്കണം. അതാണ് രാഷ്ട്രീയം. നിയമപരമായിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞു. CBIക്കാർക്ക്
വിജിലൻസ് കോടതിയുടെ അല്ല CBI കോടതിയുടെ ഉത്തരവിൻ്റെ പുറത്ത് റിവിഷൻ കൊടുക്കാനുള്ള അർഹതയുണ്ട്, അധികാരമുണ്ട്, അവകാശമുണ്ട്. അവരത് ചെയ്തു. അത് കോടതിയാണ് പരിഗണിക്കേണ്ടത്. കേരള ഹൈക്കോടതിയെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ ദുഃഖകരമായിട്ടുള്ള കാര്യം, ഒരുപാട് കേസുകൾ കെട്ടിക്കിടപ്പുണ്ട്. ഇത് ഇത്രയല്ലേ ഉള്ളൂ. തൂക്കിക്കൊല്ലാൻ വിധിച്ച കേസുകൾ കീഴ്ക്കോടതിക്ക് തൂക്കിക്കൊല്ലാൻ വിധിക്കാനുള്ള അധികാരമുള്ളൂ, തൂക്കാൻ പറ്റില്ല. തൂക്കിക്കൊല്ലെങ്കിൽ ഹൈക്കോടതി ശരിവെക്കണം. ഞാൻ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ കൊടുത്തു. 11 ഡെത്ത് റെഫറൻസ് കേസുകൾ ഹൈക്കോടതിയിൽ പെൻഡിങ്ങാണ്. 2009 മുതൽക്കുള്ള പെൻഡിങ്ങാണ്. ഇത് 2016 കൊല്ലം. 2009 തൂക്കാൻ വിധിച്ച കേസുണ്ട്. ഇന്ന് വരെ അത് തൂക്കണോ വേണ്ടോ എന്ന കാര്യം ഹൈക്കോടതി പറഞ്ഞിട്ടില്ല. ആ രീതിയിലാണ് കാര്യങ്ങൾ കെട്ടിക്കിടക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പണ്ട് ഹൈക്കോടതിയിൽ ഒരു രജിസ്ട്രാർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ കാര്യങ്ങളൊക്കെ അറിഞ്ഞു. ഇപ്പോൾ 6 രജിസ്ട്രാർ വരാം. 6 പേരും ബെഡാഖാന അടിച്ച് അവിടെ തെക്ക് വടക്ക് ഇങ്ങനെ കോട്ടിട്ട് നടക്കണമല്ല. അത് ഒരു ഉണ്ടയും അവിടെ സംഭവിക്കുന്നില്ല. ഇതൊക്കെ ദുഃഖകരമാണ്. ഇതിനെക്കുറിച്ചൊന്നും നിങ്ങളൊരു ചർച്ച നടത്തൂല. നിങ്ങൾ ലാവലിൻ അങ്ങനെയാണോ ഇങ്ങനെയാണോ, എന്തുകൊണ്ട് ഇത് നടക്കാത്തത്? ഈ പരമപ്രധാനമായി തൂക്കിക്കൊല്ലാൻ വിധിച്ച കേസെങ്കിലും ഒന്ന് അപ്പീൽ കേൾക്കണ്ടേ? ജഡ്ജിമാർ കേൾക്കാത്തതുകൊണ്ടല്ല, അവരുടെ മുമ്പിൽ ഫയലെത്തണ്ടേ? ഫയലെത്താത്ത എന്തുകൊണ്ടാ? ഇങ്ങനെ കുറേ ഉണ്ണാവന്മാർ തെക്ക് വടക്ക് നടക്കുകയാണ്. ഇവനൊക്കെ ജഡ്ജിമാരുടെ കാല് തിരുമാനും ആസനം തടവാനും അല്ലാതെ ജോലി മേടിക്കുന്ന ശമ്പളത്തിന് ജോലി ചെയ്യുന്നില്ല. 2009 തൂക്കാൻ അതൊരു വിഷയമാണ്. പക്ഷെ നമ്മുടെ വിഷയം ഇന്നത്തെ വിഷയം അതല്ല. ശ്രീ ഭാസുരേന്ദ്ര ബാബു, ഇക്കാര്യത്തിൽ ഈ ടെക്നിക്കാലിയ, SNC ലാവ്ലിൻ, ക്ലോസ് ട്രണ്ടൽ തുടങ്ങിയ വാക്കുകൾ തന്നെ, തുടങ്ങിയ പേരുകൾ തന്നെ CPIM-നെ പ്രകോപിപ്പിക്കും. കഴിഞ്ഞ ഒരു 20 വർഷത്തെ രാഷ്ട്രീയ ചരിത്രം എടുത്താൽ CPIM-നെ സംബന്ധിച്ച് വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കിയാവുന്ന, ഏറ്റവും അധികം ആരോപണ ശരങ്ങളേറ്റ ഒരു വിഷയം കൂടിയാണ്. അതിന് ഒരവസരം കൂടി ഉണ്ടാകുമോ? ആ ആയുധം പ്രയോഗിച്ചാൽ, അതൊരു ബ്രഹ്മാസ്ത്രമാണെങ്കിൽ ആ ആയുധം പ്രയോഗിച്ചാൽ, ഇപ്പോൾ പിണറായി വിജയനാണല്ലോ നായകനായി നിൽക്കുന്നത്, വീഴ്ത്താൻ കഴിയുമെന്ന ആത്മവിശ്വാസം UDF ക്യാമ്പിനെ സംബന്ധിച്ചുണ്ട്. അതുകൊണ്ടാണ് ഈ കേസ് വീണ്ടും വരുന്നത്. വീണു പോകുമോ? അത് മണ്ടത്തരമാണ്. അല്ല, അതിനകത്ത് നാം പരിശോധിക്കേണ്ട ചില കാര്യങ്ങൾ ഒരുപക്ഷെ ഇപ്പോൾ നടത്തുന്ന ഈ ചർച്ചയുടെ പശ്ചാത്തലത്തിലെങ്കിലും വൈകി എടുക്കാവുന്ന ചില ഔചിത്യങ്ങളുണ്ട്. ചില നേതാക്കൾക്ക് ചില പ്രത്യേക എന്താ പറയുക, ദൈവം വിചാരിച്ചാൽ രക്ഷിക്കാൻ കഴിയാത്ത ചില നേതാക്കളുള്ള വിധേയത്വം തെളിയിക്കാനൊക്കെ ഇത്തരം ചർച്ചകൾ സമയം കൊടുക്കരുത്. ഞാൻ പറയുന്നത് അതല്ലല്ലോ പ്രധാനപ്പെട്ട കാര്യം. സത്യം ജയിക്കുക എന്നതുപോലുമല്ല. മറിച്ച് താങ്കൾ സൂചിപ്പിച്ചത് മാതിരി ഇപ്പോഴെന്തുകൊണ്ട് ഇതേ സംബന്ധിച്ച് ഒരു റെഫറൻസ് കേരള ഗവൺമെൻറ്റിൽ നിന്ന് വരുന്നു, അത്രയല്ലേ ഉള്ളൂ. അതിൻ്റെ വന്നില്ലെങ്കിലും വന്നാലും കേസിൻ്റെ സഹജമായ രീതിക്കോ ഗതിക്കോ വിഗതികൾക്കോ യാതൊരു മാറ്റവും വരാൻ പോകുന്നില്ലല്ലോ. അങ്ങനെ വരുമ്പം നാം പരിശോധിക്കേണ്ടത്, എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് ലളിതമാണ് ഇതിനകത്തുള്ള യുക്തി. ഇപ്പോൾ പിണറായി വിജയനെ മുൻനിർത്തി അദ്ദേഹം രണ്ടാമത് ഒരു ജാഥ നടത്തുമ്പോൾ അദ്ദേഹത്തിനെതിരെ വ്യവഹരിക്കാൻ പാകത്തിൽ ഒരു കുറ്റാരോപണമോ അല്ലെങ്കിൽ ഒരു അഴിമതി കഥയോ ഒക്കെ വന്നോട്ടെ. അങ്ങനെ വരുന്നത് പഴയതുമാതിരി ഒന്നും ഏൽക്കില്ല എന്ന യാഥാർത്ഥ്യം എല്ലാവർക്കും അറിയാം. എങ്കിലും ഒരു സാധ്യത അപ്പോഴുമുണ്ട്. ഇപ്പോൾ നിലനിൽക്കുന്ന സർക്കാരിന് തന്നെ ചില സാധ്യതകളുണ്ട്. എന്താണ് ആ സാധ്യത? ഇപ്പോൾ നമുക്കറിയാമല്ലോ, ഇന്ന് ഈ സർക്കാർ KM മാണിയുമായി ബന്ധിപ്പിച്ച് ചെയ്ത രീതിയുണ്ട്. ആ രീതി സത്യത്തിൽ നാളെ വാർത്തയായി വരും. അങ്ങനെ വരുമ്പോൾ അത്തരം വാർത്തകളെ തമസ്കരിക്കുക, എപ്പോഴും ലാവ്ലിൻ പോലെ ഒരു ഇഷ്യൂ കൊണ്ടുവരിക, പിണറായി വിജയനെ പ്രതിസ്ഥാനത്ത് നിർത്തുക, ആ നിലയ്ക്ക് ഒരു രീതി, പഴയ ഒരു രീതിയോ ശൈലിയോ അനുവർത്തിക്കുക എന്നത് അധികാരത്തിൽ ഔചിത്യമില്ലാതെ കടിച്ചു തൂങ്ങുന്ന, വാസ്തവത്തിൽ എന്താ പറയുക, മനുഷ്യരെ വിളിക്കാൻ കഴിയാത്ത പേര് കൊണ്ട് മാത്രം വിശദീകരിക്കാവുന്ന നേതാക്കളുണ്ട്. ആ നേതാക്കൾ ആരെന്ന് നമുക്കൊക്കെ അറിയാം. അവരെ സംബന്ധിച്ച് ഇതും ചെയ്യും, ഇതിനപ്പുറവും ചെയ്യും. ഒന്ന് ഒരു നിമിഷം തുടരുക ശ്രീ ഭാസുരേന്ദ്ര ബാബു. ശ്രീ ടി സിദ്ദിഖ്, അങ്ങനെ ഒരു ഔചിത്യത്തിന്റെ പ്രശ്നമില്ലേ? ഇത് നേരത്തെ ആവർത്തിച്ച ഒരു നാടകമാണ്. 2006 ഫെബ്രുവരിയിൽ CBI അന്വേഷണം ആവശ്യമില്ല, വിജിലൻസിന്റെ അന്വേഷണം നല്ല രീതിയിൽ പുരോഗമിക്കുന്നു എന്നാണ് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലം. അന്നും ഉമ്മൻചാണ്ടി ആയിരുന്നു മുഖ്യമന്ത്രി. അതിനുശേഷം ഒരു മാസം തികയുന്നതിന് മുൻപ്, ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് സംസ്ഥാന സർക്കാർ ഒരു CBI അന്വേഷണം തീരുമാനിക്കുകയാണ് ഉണ്ടായത്. അതിനുശേഷം ഇങ്ങോട്ടുള്ള ചരിത്രം നമുക്കറിയാം. ഓരോ തെരഞ്ഞെടുപ്പിലും നമുക്കൊരായുധം വേണം. SNC ലാവ്ലിനാണ് ഏറ്റവും മൂർച്ചയുള്ള ആയുധം, അതങ്ങ് എടുത്തേക്കാം എന്നൊരു ഭരണ സംവിധാനത്തെ ഉപയോഗിച്ച് തീരുമാനിക്കുന്നതിൽ വലിയ അനൗചിത്യമില്ലേ? ഞാനതാണ് ഇവിടെ മറ്റുള്ളതൊന്നുമല്ല പ്രശ്നം. ഞാൻ ചോദിക്കുന്നത്, ഇത്രയും വലിയ കേരളം കണ്ട ഏറ്റവും വലിയ ഭീമമായ ഒരു അഴിമതി കേസിൽ വിചാരണ നടക്കണ്ടേ?
എന്റെ ചോദ്യം അതാ, സിമ്പിൾ ചോദ്യം, വിചാരണ നടക്കണ്ടേ? നേരത്തെ ചോദിച്ച ചോദ്യം വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു. അതിന് ചോദ്യങ്ങൾക്ക് ഇവിടെ മറുപടി ഇല്ല. ഇവിടെ ഔചിത്യത്തെ കുറിച്ചാണ് തീർച്ചയായും ശ്രീ ടി ഞാൻ സിദ്ദിഖ് ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം ഒന്ന് നിയമപരമായ വഴിയിലൂടെയാണ് പിണറായി വിജയൻ അഭിലാഷ് ഇടപെടല്ലേ? താങ്കൾ ചോദ്യം ചോദിച്ചല്ലോ. തീർച്ചയായും CBIക്ക് ഇക്കാര്യത്തിലെ പ്രോസിക്യൂഷൻ ഇക്കാര്യത്തിൽ ആക്ഷേപമുണ്ട്. അവർ അതിന്റെ അപ്പീൽ പ്രക്രിയയുമായി മുന്നോട്ട് പോയി. അവർ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അതിൽ നിയമപരമായി ഹൈക്കോടതിയിൽ നടക്കേണ്ടത് നടക്കും. ഒരു പക്ഷേ ഹൈക്കോടതിയിൽ ഇക്കാര്യത്തിൽ ഒരു വിചാരണയ്ക്കുള്ള തീരുമാനമാകാം ഉണ്ടാകുന്നത്. ഹൈക്കോടതി വസ്തുതകൾ പരിശോധിക്കുമല്ലോ. അങ്ങനെ ഇരിക്കെ സർക്കാർ ഇപ്പോൾ ഈ നടത്തിയിട്ടുള്ള ഈ നീക്കത്തെക്കുറിച്ചാണ് ചോദിക്കുന്നത്. അതല്ലാതെ SNC ലാവ്ലിൻ കേസിൽ വിചാരണ വേണ്ട എന്നുള്ള വിചാരണ കോടതിയുടെ തീരുമാനം ഏറ്റവും അന്തിമമാണ്, അതാരും ചോദ്യം ചെയ്യാൻ പാടില്ല എന്നല്ല പറഞ്ഞത്. ഇവിടെ ജനങ്ങളുടെ കാശ് ഖജനാവിൽ നിന്ന് ഒരു മാനദണ്ഡവുമില്ലാതെ ചെലവഴിച്ചതിന്റെ പേരിൽ കറപ്ഷൻ കേസ് നിലനിൽക്കെ അതിന്റെ റിവിഷൻ പെറ്റീഷൻ പെട്ടെന്ന് നടപ്പിലാക്കി തീർപ്പ് കൽപ്പിക്കണം എന്ന് പറഞ്ഞ് സ്റ്റേറ്റ് മൂവ് ചെയ്യുമ്പോൾ എന്തിനായി പേടി? ഒന്ന്. രണ്ടാമത്തെ കാര്യം, നേരത്തെ കുറെ ഭംഗ്യന്തരേണിയും ആന്തരാർത്ഥമുള്ള പദപ്രയോഗം നടത്തിയല്ലോ. ഞാൻ പച്ചമലയാളത്തിൽ ഞാൻ പറയാം. ഭംഗ്യന്തരേണിയും വാക്കിന്റെ കടിച്ചാൽ പൊട്ടാത്ത വാക്കൊന്നും ഞാൻ പറയുന്നില്ല. ഒരു പെണ്ണിനെ മകന് വേണ്ടി അറേഞ്ച് ചെയ്ത് തരാൻ വേണ്ടി ഒരാളെ, നല്ലൊരു പെൺകുട്ടിയെ അറേഞ്ച് ചെയ്ത് തരാൻ വേണ്ടി ഒരാളെ ചുമതലപ്പെടുത്തുമ്പോൾ പെണ്ണ് കൊണ്ടുവരാൻ ചുമതലപ്പെടുത്തിയവൻ തന്നെ പറയുക ഞാൻ തന്നെ അങ്ങ് കിട്ടിക്കളയാം. കൺസൾട്ടൻസി കരാറ് കൊടുത്ത ഈ ലാവലിംഗ് കമ്പനിയെ കൊണ്ട് തന്നെ ഇവർ മുഴുവൻ കരാറും ഏൽപ്പിക്കാന്ന്, ടെൻഡർ വിളിക്കാതെ. ഞാൻ ചോദിക്കുന്നത് ഇത് എന്ത് അടിസ്ഥാനത്തിലാ? ഇത് ചരിത്രത്തിൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണോ അങ്ങനെ സംഭവിച്ചത്? കുറ്റ്യാടി എക്സ്റ്റൻഷൻ പദ്ധതി ഇതേ മാനദണ്ഡ പ്രകാരമാണല്ലോ. അതിൽ കൺസൾട്ടൻസി കരാർ ഒപ്പുവെച്ചത് CV പത്മരാജൻ, അതിൽ സപ്ലൈ കരാർ കൊടുത്തത് G കാർത്തികേയൻ. അന്ന് MOU റൂട്ട് വഴിയായിരുന്നു കാര്യങ്ങൾ രാജ്യത്ത്. അതേ മാനദണ്ഡമാണ് ഇവിടെ. G കാർത്തികേയൻ കൺസൾട്ടൻസി കരാർ കൊടുക്കുന്നു, പിണറായി വിജയൻ സപ്ലൈ കരാർ കൊടുക്കുന്നു. ഇതിലൊക്കെ എന്താണ് വലിയ മഹാത്ഭുതം? അങ്ങനെയല്ല, അങ്ങനെ ഒരു കാരണവശാലും അല്ല. അങ്ങനെ ഡൈവേർട്ട് ചെയ്യരുത് അഭിലാഷ്. ഒരു കാരണവശാലും ഇവിടെ കൃത്യമായി ഫയലിൽ കുറിച്ചു വച്ചതിനെതിരെ വരദാചാരി കുറിച്ചു വെച്ചു, വിനോദ് റായ് കുറിച്ചു വെച്ചു, പവറിന്റെ ബാലാനന്ദൻ CATU നേതാവിന്റെ കമ്മീഷൻ ഉണ്ടായിരുന്നു. പൊതുമേഖലയെ സംരക്ഷിക്കുന്നവരാണ് CPM എന്ന് പറയുന്നു. ഇവർക്കെന്താ ഈ കനേഡിയൻ കമ്പനിയോട് ഇത്ര താല്പര്യം? എന്താണ് ഇത്ര താല്പര്യം? എന്താ ഞാൻ ചോദിക്കുന്നു? കനേഡിയ SNC ലാവലിംഗ് കമ്പനിയുടെ ജനറേറ്റർ ആണോ അവിടെ ഉപയോഗിച്ചത്? പറയട്ടെ. അല്ല, അവര് വേറെ ആളുകളുടെ മറ്റ് കമ്പനികളുടെ അൽസ്റ്റോം അടക്കമുള്ള കമ്പനികളുടെ ഉപകരണങ്ങളാണ് പദ്ധതിയിൽ ഉപയോഗിച്ചത്. ഇത് ഈ PSP പദ്ധതിയുടെ കാര്യത്തിൽ മാത്രമാക്കി ചുരുക്കല്ലേ. SNC ലാവ്ലിൻ കേരളത്തിൽ എത്രയോ വൈദ്യുത പദ്ധതികളുടെ നവീകരണം അല്ലെങ്കിൽ വൈദ്യുത പദ്ധതികളുടെ നിർമ്മാണം നടത്തി. UDF സർക്കാരിന്റെ കാലത്ത് തന്നെ ഉള്ള പദ്ധതിയുടെ കുറ്റ്യാടി എക്സ്റ്റൻഷൻ പദ്ധതിയുടെ കാര്യം ഞാൻ പറഞ്ഞു. എന്ന് മാത്രമല്ല, ഇവിടെ ഈ SNC ലാവ്ലിൻ കമ്പനിയെ കൊണ്ടുവന്നത് LDF സർക്കാരിന്റെ കാലത്താണോ? അല്ലല്ലോ. G കാർത്തികേയൻ വൈദ്യുത മന്ത്രിയായിരിക്കുന്ന സമയത്ത് UDFന്റെ കാലത്താണ് ഇക്കാര്യത്തിൽ ധാരണാപത്രം ഒപ്പിടുന്നത്. ഇതേ G കാർത്തികേയൻ മന്ത്രിയായിരിക്കുന്ന സമയത്താണ് ഇതിൽ കൺസൾട്ടൻസി കരാർ ഒപ്പിടുന്നത്. ആ കരാർ തുടരുകയും സപ്ലൈ കരാർ ഒപ്പിടുകയും ചെയ്തു പിണറായി വിജയന്റെ കാലത്ത് വൈദ്യുതി ബോർഡ് എന്നുള്ളതാണ് പ്രശ്നം. ഇതാകെ പിണറായി വിജയൻ കാനഡയിൽ പോയി ഒരു കമ്പനിയെ കണ്ട് അവരെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് അവിടെ അഴിമതി നടത്തി എന്നൊക്കെ പറയല്ലേ? ഒരു കാരണവശാലും അത് പറയല്ലേ എന്ന് പറയരുത്. അത് തന്നെയാണ് സംഭവിച്ചത്. ഇവിടെ കാർത്തികേയന്റെ സന്ദർഭത്തിൽ കൺസൾട്ടൻസി കരാർ മാത്രമേ ഉള്ളൂ. കൺസൾട്ടൻസി എന്ന് പറഞ്ഞാൽ ഈ 3 പദ്ധതിയുടെ നവീകരണമാണ്. അവിടെ നവീകരണത്തിന് ആവശ്യമായിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രപ്പോസൽ സമർപ്പിക്കുക, അതല്ലാതെ ഇതിന്റെ മറ്റുള്ളതായിരിക്കുന്ന കാര്യങ്ങളല്ല. ഇവിടെ അതിന് ചുമതലപ്പെടുത്തിയ സ്ഥാപനത്തെ ഇവർ ഇതിന്റെ ടോട്ടൽ കാര്യം, നിർമ്മാണം, പ്രവർത്തനം മുഴുവൻ കാര്യങ്ങളും ഏൽപ്പിച്ചു. അവിടെയാണ് അഴിമതി. ഞാൻ ചോദിക്കുന്നു, പള്ളിവാസൽ പദ്ധതിയുടെ തുക എത്രയാ? 242% മെഗാവാട്ട് വൈദ്യുതിക്ക് കൂടുതൽ. ചെങ്കുളം 227%, പള്ളിവാസൽ 242, പന്നിയാർ 90%. നിങ്ങളുടെ നേരിയ മംഗലത്ത് 1 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ 1.07 ക്രോറ. എന്നാൽ SNC ലാവലിന്റെ ഈ പദ്ധതിയുടെ ഫലമായി 3,21,00,000. എത്രയാ ഡിഫറൻസ്? ശരി, 1 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള ഡിഫറൻസാ. ആനുപാതികമായി മുടക്കിയ തുകയ്ക്ക് ഉപോത്ബലകമായ ഫലം അക്കാര്യത്തിൽ കിട്ടിയിട്ടില്ല എന്നുള്ളത് താങ്കൾ സൂചിപ്പിക്കുന്നത് പോലെ സിയാൻഡേജിയുടെ കണ്ടെത്തലാണ്. എനിക്ക് അക്കാര്യത്തിലൊന്നും തർക്കമില്ല. ശ്രീ ടി സിദ്ദിഖ്
പക്ഷേ ഇത് ചരിത്രത്തിൽ ആദ്യമായി, കേരളത്തിൽ ആദ്യമായി SNC ലാവ്ലിൻ കമ്പനിയുമായി ബന്ധപ്പെട്ട് നടന്ന പദ്ധതിയാണ് എന്നും മുൻപ് ഇല്ലാത്ത ഏതെങ്കിലും തരത്തിലുള്ള ടെൻഡർ ഒഴിവാക്കിക്കൊണ്ടുള്ള MOU റൂട്ടാണ് ഇവിടെ നടന്നതെന്നും ഒന്നും പറയരുത്. കാരണം കേരളത്തിൽ UDF സർക്കാരിൻ്റെ കാലത്ത് 13 പദ്ധതികൾ ഇങ്ങനെ നടന്നിട്ടുണ്ട്. അതിൽ വൈദ്യുത പദ്ധതികൾ പെടും. ആ വൈദ്യുത പദ്ധതി ഞാൻ ചൂണ്ടിക്കാണിച്ചു. ഇതേ കമ്പനി, ഇതേ SNC ലാവ്ലിൻ കമ്പനി ഇതേ മാതൃകയിൽ കേരളത്തിൽ വേറെ വൈദ്യുത പദ്ധതി നടപ്പാക്കിയിട്ടും ഉണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന, ഇപ്പോൾ പുറത്തേക്ക് വരുന്ന, ഒരുപക്ഷെ എല്ലാ ആളുകൾക്കും അവൈലബിൾ ആയ ധാരാളം രേഖകൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടല്ലോ. പറയൂ, കുറ്റ്യാടിയിൽ നിങ്ങൾ പറയുന്നത് ഇതിനെ ഡൈവേർട്ട് ചെയ്യാനുള്ള ഒരു വലിയ ശ്രമമാണ്. ഇവിടെ കുറ്റ്യാടിയിലോ മറ്റുള്ളിടത്തോ ഗ്ലോബൽ ടെൻഡർ വിളിക്കാതെ ഇവിടെ ഏതെങ്കിലും കരാറുകൾ നേരിട്ട് കൊടുത്തിട്ടുണ്ടോ? ഫയലിൽ കുറിച്ചതിനെതിരായി നടപടി സ്വീകരിച്ചോ? ഫയലിൽ കുറിച്ചു? തലയ്ക്ക് വട്ടുന്ന കുറിച്ചിട്ട് വരദാചാരിയുടെ കഥ സിദ്ദിഖ് എത്രയോ കാലം മുൻപ് അതിന്റെ ചർച്ച ചെയ്തല്ലേ അത്? വരദാചാരിയുടെ കഥയൊക്കെ എത്രയോ മുൻപ് വസ്തുതകൾ പുറത്തു വന്നതാണ്. വരദാചാരി ഏത് വിഷയത്തിലാണ് വരദാചാരിയുടെ തല പരിശോധിക്കണമെന്ന് പിണറായി വിജയൻ ഫയലിൽ കുറിച്ചത്? വരദാചാരി ധനകാര്യ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം പിണറായി വിജയൻ സഹകരണ മന്ത്രിയായിരുന്ന സമയത്ത്, ഒരു നിമിഷം സിദ്ദിഖ്, പിണറായി വിജയൻ സഹകരണ മന്ത്രിയായിരുന്ന സമയത്ത് പഞ്ചായത്തുകളുടെ പണം സഹകരണ ബാങ്കുകളിൽ നിക്ഷേപിക്കാമെന്ന പ്രപ്പോസലിനെ സഹകരണ ബാങ്കുകൾക്ക് വിശ്വാസ്യതയില്ല എന്ന നിലപാടെടുത്തുകൊണ്ട് എതിർത്തപ്പോൾ അന്ന് മുഖ്യമന്ത്രി ആയിരുന്ന EK നായനാർക്ക് പിണറായി വിജയൻ എഴുതിയ കത്തിലാണ് ഈ ഉദ്യോഗസ്ഥന്റെ തല പരിശോധിക്കണമെന്ന് എഴുതിയത്. ഇതും ലാവ്ലിനുമൊക്കെ തമ്മിൽ എന്ത് ബന്ധം? അദ്ദേഹം സഹകരണ മന്ത്രിയുമായിരുന്നല്ലോ. എന്തൊരു കാര്യമാണ് അഭിലാഷ ഈ പറയണേ? അഭിലാഷെ, വരദാചാരിയുടെ ഫയലിന് കുറിപ്പിന് മറുപടി, വിനോദ് റായിയുടെ പരാമർശം അവഗണിച്ചത്, ബെല്ലിന് വേണ്ടിയിട്ടുള്ള പൊതുമേഖലയ്ക്ക് വേണ്ടിയിട്ടുള്ള ബാലാനന്ദ കമ്മിറ്റി റിപ്പോർട്ട് അവഗണിച്ചത്, അതുപോലെ മലബാർ ക്യാൻസർ സെന്ററിന് വേണ്ടിയിട്ടുള്ളതായിരിക്കുന്ന പ്രപ്പോസൽ അവഗണിച്ചത്, കരാറ് കൊടുത്തത്, കേരളത്തിന് 305 കോടിയുടെ നഷ്ടം വരുത്തി വെച്ചത്, ഈ കരാർ അടിമുടി. ഈ വരദാചാരിയുടെ തലയുടെ കാര്യം താങ്കൾ 2-3 തവണ പറഞ്ഞതുകൊണ്ട് ഒരു നിമിഷം. 1997 സെപ്റ്റംബർ 12 മലയാള മനോരമ പത്രം റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്: തിരുവനന്തപുരം, ധനസെക്രട്ടറി S വരദാചാരിക്കെതിരെ മന്ത്രി പിണറായി വിജയന്റെ പരാമർശം വിവാദമായി. പഞ്ചായത്തുകൾക്ക് അനുവദിച്ച പണം ട്രഷറിയിൽ നിക്ഷേപിക്കാതെ അതത് പഞ്ചായത്തിലെ ഏതെങ്കിലും പ്രാഥമിക സഹകരണ സംഘത്തിൽ നിക്ഷേപിക്കണമെന്ന സഹകരണ മന്ത്രിയുടെ നിർദ്ദേശത്തെ ധനസെക്രട്ടറി എതിർത്തിരുന്നു. അധികാരപരിധി വിട്ട് പ്രവർത്തിക്കുന്ന സെക്രട്ടറിയെ നിലയ്ക്ക് നിർത്തണമെന്നും മനോരോഗ വിദഗ്ധനെ കൊണ്ട് പരിശോധിപ്പിക്കണമെന്നും മന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രിക്ക് കത്തെഴുതിയത് IAS വൃത്തങ്ങളിലും സംഘടനാ ഭേദമില്ലാതെ ധനകാര്യ സെക്രട്ടേറിയറ്റിലും പ്രതിഷേധമുയർത്തി. 1997 സെപ്റ്റംബർ 12 മലയാള മനോരമ. അഭിലാഷ് പറഞ്ഞു കഴിഞ്ഞോ? ഓ, ഹലോ, പറഞ്ഞു കഴിഞ്ഞോ? ഇതേ വരദാചാരി ഈ ലാവ്ലിൻ കേസിൽ കുറിച്ചതായ കുറിപ്പും അതിനെതിരായി പിണറായി വിജയൻ പറഞ്ഞതായിരിക്കുന്ന കുറിപ്പും കൂടി ഒന്ന് വായിച്ചേ. ഞാൻ വായിച്ചിട്ടുള്ളതാ. ഇതേ മലയാള വരദാചാരിയുടെ തല പരിശോധന എന്തിനെ കുറിച്ചായിരുന്നു എന്നുള്ളതാണല്ലോ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. വരദാചാരിയുടെ തല പരിശോധിക്കണം എന്ന് പിണറായി വിജയൻ ആവശ്യപ്പെട്ടത് ഏത് വിഷയത്തിലായിരുന്നു എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. അതിനുള്ള ഉത്തരം ഞാൻ ഈ പത്ര കട്ടിങ് വായിച്ചതിലുണ്ട്. ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്ന് നടന്ന ഡിബേറ്റുകളിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അതെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വരദാചാരിയുടെ കാര്യം നമ്മൾ കുറെ കാലമായി ചർച്ച ചെയ്യുന്നില്ലേ, അതിപ്പോ ഇനിയും ഒരിക്കൽ കൂടി ചർച്ച ചെയ്യണമോ എന്ന് ഞാൻ അതുകൊണ്ടാണ് കുറച്ച് മുൻപ് ഈ പത്രം വായിക്കുന്നതിന് മുൻപ് സൂചിപ്പിച്ചത്. നിൽക്കട്ടെ, അഡ്വക്കേറ്റ് ജയശങ്കർ, ഇത് CPIMനെ സംബന്ധിച്ച് വലിയ തോതിൽ കഴിഞ്ഞ നവകേരള യാത്ര എടുത്താൽ നമുക്കറിയാം, പോടാ പുല്ലെ CBI എന്നുള്ളതായിരുന്നു ഏതാണ്ട് എല്ലാ സ്വീകരണ കേന്ദ്രങ്ങളിലെയും EP ജയരാജന്റെ പ്രധാനപ്പെട്ട പ്രസംഗ വിഷയം. എല്ലാ പ്രാസംഗികരും ഈ പാർട്ടിയെ ആക്രമിക്കുന്നു, പിണറായി വിജയനെ ആക്രമിക്കുന്നു എന്നുള്ള നിലയിൽ ഇതൊരു വലിയ പൊതുചർച്ചയാക്കിയതിൽ CPIMന്റെ ഒരുപക്ഷെ പരിധിവിട്ട പ്രതിരോധത്തിനും കൂടി പങ്കുണ്ട്. ഇത്തവണ അങ്ങനെ ഒരു സമീപനം സ്വീകരിക്കുക എന്നുള്ളത്, അതായത് ഇപ്പോൾ സർക്കാരിനെയോ കോടതിയെയോ CBIയോ ആരെയായാലും അന്ന് സ്വീകരിച്ച അതേ നിലപാട് സ്വീകരിക്കുക എന്നത് CPIMനെ സംബന്ധിച്ച് ബുദ്ധിയായിരിക്കുമോ? CPMകാരെ ബുദ്ധി പഠിപ്പിക്കാൻ വെച്ചാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. കഴിഞ്ഞ തവണ ഇപ്പോൾ അഭിലാഷ് പറഞ്ഞ പോലെ ശ്രീമാൻ EP ജയരാജൻ അദ്ദേഹത്തിൻ്റെ കൈത്തണ്ടയിൽ നിന്ന് രോമം പറിച്ച് എറിയുകയും പോടാ പുല്ല് CBIക്കാര എന്ന് ആക്രോശിക്കുകയും ചെയ്തു. ആ ആക്രോശം കൊണ്ടാണ് സത്യത്തിൽ കേരളത്തിൽ പല മണ്ഡലങ്ങളിലും CPM തോക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്.
ഒരു പ്രധാന കാരണം അതായിരുന്നു. നവകേരള മാർച്ച് നടത്തിയില്ലായിരുന്നെങ്കിൽ 18 സീറ്റ് ഒരു പക്ഷേ 8 സീറ്റായിട്ടേ കുറയുമായിരുന്നുള്ളൂ. ഈ മാർച്ച് നടത്തിയതുകൊണ്ട് 4 സീറ്റേ കിട്ടിയുള്ളൂ. അത് വേറെ കാര്യം. ഇപ്പോൾ നമ്മളിപ്പോൾ അതിനെക്കുറിച്ച് പോസ്റ്റ്മോർട്ടം നടന്നതിൽ അർത്ഥമില്ല. ഇത്തവണത്തെ CPM-ൻ്റെ മാർച്ചിന് ഏതായാലും ജയരാജന്മാരും 3 പേരും ഇല്ല. കുറച്ചുകൂടി സൗമ്യനായിട്ടുള്ള ഗോവിന്ദൻ മാസ്റ്ററാണുള്ളത്. പിന്നെ സമ്പത്തിനെ പോലെ അല്ലെങ്കിൽ രാജേഷിനെ പോലെ ഉള്ള കുറച്ചുകൂടി സൗമ്യരായിട്ടുള്ള ചെറുപ്പക്കാർക്കാണ് പ്രാമുഖ്യം കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ആ രീതിയിലുള്ള ആക്രോശങ്ങൾ ഉണ്ടാകുകയില്ല എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അല്ല, ഈ വിഷയം ഇന്നിപ്പോൾ CPIM തീരുമാനിച്ചിരിക്കുന്നത് ഈ വിഷയത്തിൽ ഒരു ചർച്ചയ്ക്ക് ഞങ്ങളില്ല എന്നുള്ളതാണ്. അതല്ല ഈ കാര്യത്തിൽ ശരി. അതാണ് അതിൻ്റെ അകത്ത് ഇപ്പോൾ ചെയ്യാവുന്ന ഏറ്റവും ഉചിതമായിട്ടുള്ള കാര്യം അതാണ്. കാരണം ഒരു ജുഡീഷ്യൽ സ്ക്രൂട്ടിനിയിൽ വിചാരണ നടത്തിയിട്ടാണെങ്കിലും അല്ലെങ്കിലും ചാർജ് തന്നെ നിൽക്കുകയില്ല എന്ന് പറഞ്ഞപ്പോൾ പിണറായി വിജയൻ ജയിച്ച് നിൽക്കുകയാണ്. ഇനിയിപ്പോൾ കോൺഗ്രസ്സുകാർ ഒരു ശ്രമം നടത്തുന്നു. അവർ ശ്രമിക്കട്ടെ, ശ്രമിക്കുന്നത് നല്ലതാണ്. ജസ്റ്റിസ് കമാൽ പാഷയുടെ ബെഞ്ചിലാണ് ഇത് വരേണ്ടത്. അദ്ദേഹം എന്ത് നിലപാട് സ്വീകരിക്കും നമുക്കറിയാം. അദ്ദേഹം ഒരു വിട്ടുവീഴ്ചയില്ലാത്ത ആളാണ്. അദ്ദേഹം എന്ത് നിലപാട് സ്വീകരിക്കും എന്നിപ്പോൾ പറയാൻ കഴിയുകയില്ല. ഇനി കേസ് ചാർജ് നിൽക്കുന്നതാണ്, വിചാരണ നേരിടണമെന്ന് ജസ്റ്റിസ് കമാൽ പാഷ വിധിക്കട്ടെ, നമുക്ക് കോടതിയിൽ പോയി നോക്കാം. അതല്ലേ ചെയ്യാവുന്നത്. അതിപ്പോൾ കോടതിക്ക് വിട്ടുകൊടുക്കുക. കോടതി ഏതായാലും സിദ്ദിഖിൻ്റെ പാർട്ടിക്കാർ വളരെ ബുദ്ധിയായിട്ട് ഇങ്ങനെ ഒരു പെറ്റീഷനായിട്ട് വന്നിരിക്കുന്നു. CBI മറന്നുപോയ കാര്യം അവർ ഓർമ്മിപ്പിച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ എന്ത് വേണമെന്നുള്ള ഹൈക്കോടതി തീരുമാനിക്കട്ടെ. വിചാരണ നടത്തണമെങ്കിൽ വിചാരണ നടത്താം. അതല്ല കേസ് ഇപ്പോൾ സത്യത്തിൽ പിണറായി വിജയനൊരു ഉപകാരമാണ് അവർ ചെയ്തേക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇത് തള്ളിക്കളയേണ്ട കേസാണ് എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെടുകയാണെങ്കിൽ യാതൊരു സംശയമില്ലാതെ തള്ളുന്ന ആളാണ്. തള്ളിക്കഴിഞ്ഞാൽ പിണറായി വിജയന് ഇരട്ടി ശക്തിയായി. അപ്പോൾ ഇവർ കൊടുത്തത് ബൂമറാങ്ങായിട്ട് അവർക്ക് തന്നെ തിരിച്ചു വരും. റൈറ്റ്, അങ്ങനെയാണ് താങ്കൾ അക്കാര്യത്തിൽ കാണുന്നത്. ശ്രീ ഭാസുരേന്ദ്ര ബാബു, ഇക്കാര്യത്തിൽ പ്രതികരണം CPIM-ഉം LDF-ഉം ഉയർത്തുന്ന പ്രതികരണം അങ്ങേയറ്റം ശ്രദ്ധേയമായ ഒന്നായിരിക്കും. മുൻപ് ഉണ്ടായ കാര്യങ്ങളിൽ നിന്നൊക്കെ പഠിച്ച പാഠം ഇക്കാര്യത്തിൽ ഉണ്ടാകുമോ? അല്ല, അത് ഒരു പ്രത്യേക പ്രമേയമോ വിഷയമോ അല്ലെങ്കിൽ ഒരു വിശദീകരണമോ ഒക്കെ ഫങ്ഷണലാകുന്നത് അഭിലാഷ് അത് നിലനിൽക്കുന്ന പൊതു പരിസരത്ത് മാത്രമാണ്. 10 വർഷങ്ങൾക്ക് മുമ്പ് ലാവ്ലിൻ കേസ് പരാമർശിക്കപ്പെട്ട അല്ലെങ്കിൽ ഡിസ്കർസീവ് പ്ലെയിനിൽ വന്ന ഒരു ഡിസ്കർസീവ് സബ്ജക്റ്റായ ഒരു വ്യവഹാരമായി തീർന്നത് പിന്നെ CPIM-ൽ രൂഢമൂലമായിരുന്ന വിഭാഗീയതയുടെ രാഷ്ട്രീയ പശ്ചാത്തലത്തിലാണ്. അല്ലാതെ ഇവിടുത്തെ മാധ്യമങ്ങളും രാഷ്ട്രീയ പ്രതിയോഗികളും എല്ലാം കൂടി ചേർന്ന് അങ്ങ് പിണറായി വിജയനെ ക്രൂസിഫൈ ചെയ്തെന്ന് പറയുന്നതിനൊന്നും അർത്ഥമൊന്നുമില്ല. മറിച്ച് CPIM എന്ന പാർട്ടിക്കകത്ത് തന്നെ നിലനിന്നിരുന്ന വിഭാഗീയതയുമായി ബന്ധിപ്പിച്ച് അല്ലെങ്കിൽ ES അച്യുതാനന്ദൻ അക്കാര്യത്തിലുണ്ടായിരുന്ന നിലപാടെന്താണ്, ആ നിലയ്ക്കുള്ള കാര്യങ്ങളുമായി ബന്ധിപ്പിച്ചാണ് ലാവ്ലിനൊരു വ്യവഹാര വിഷയമായി വന്നത്. കോടതിക്ക് അത് താല്പര്യമുള്ള കാര്യമല്ല. അതുകൊണ്ട് കോടതി അതിനെ ജൂറിഡിക്കലായി കണ്ടു. അത് പോകട്ടെ, അത് വേറെ കാര്യം. ഇത്തരം ഒരു വ്യവഹാര സാധ്യത ഇനിയും ഉണ്ടായാൽ ഇനിയും അതിൽ നിന്ന് ഒരുപക്ഷെ രാഷ്ട്രീയ വിജയത്തിൻ്റെ പാല് കറക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാം. ഒരുപക്ഷെ ഉമ്മൻചാണ്ടിക്ക്. ഞാൻ സിദ്ദിഖിനെ കുറിച്ച് പറയുന്നില്ല, കാരണം പറയേണ്ട കാര്യമേ ഇല്ല. അങ്ങനെ വരുമ്പം അത്തരം ചില സാഹചര്യങ്ങൾ പയറ്റി നോക്കുന്നു, മറ്റൊന്നും പുതിയതായി ഇല്ലാത്തത് കൊണ്ട്. അതുമാത്രമാണ്. അപ്പോൾ അദ്ദേഹം പ്രതീക്ഷ വയ്ക്കുന്നത് വാസ്തവത്തിൽ LDF-നകത്തും അതുപോലെ CPM-നകത്തും ഒക്കെ സംഭവിക്കാം എന്ന് ഇവർ ആഗ്രഹിക്കുന്നോ പ്രത്യാശിക്കുന്നോ പ്രാർത്ഥിക്കുകയോ ഒക്കെ ചെയ്യുന്ന വിമതാഭിപ്രായങ്ങളിലാണ്. അതിന് സ്കോപ്പില്ല എന്ന് വിചാരിക്കുന്നത് കൊണ്ടാണ് വീണ്ടും വരദാചാരിയെ പോലെയുള്ള ആൾക്കാരെ കുറിച്ചുള്ള പരാമർശങ്ങൾ വരുമ്പോൾ അഭിലാഷിന് മാത്രം സംസാരിക്കേണ്ടി വരുന്നത്. എനിക്ക് ലെവലേശം സിദ്ദിഖോട് അക്കാര്യത്തിൽ അനുഭവം കാണിക്കാൻ തോന്നുന്നതേയില്ല. കാര്യം സിദ്ദിഖിൻ്റെ ഉത്തരവാദിത്വ നിർവഹണമാണ് നടത്തുന്നത്. അങ്ങനെ വരുമ്പം സിദ്ദിഖോ നമ്മളോ ഒന്നുമല്ല, മറിച്ച് ഇനിയും ഞാൻ നേരത്തെ പറഞ്ഞതുമാതിരി വിഭാഗീയതയുടെ പൊതു പശ്ചാത്തലത്തിലല്ലാതെ നിലനിൽക്കാൻ കഴിയുന്ന ഒരു കേസേ അല്ല ഇത് എന്ന് കരുതുന്ന ഒരാളാണ് സിദ്ദിഖ്. ഇടതുമുന്നണിയെ സംബന്ധിച്ച് അവരെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആര് നയിക്കണം എന്നുള്ള കാര്യത്തിൽ അവർക്കിടയിൽ തന്നെ ആശയക്കുഴപ്പമുള്ളപ്പോഴാണ് പിണറായി വിജയനെതിരെ പഴയ ആയുധം ഒന്നുകൂടി തേച്ചു മിനുക്കി നിങ്ങൾ രംഗത്തിറങ്ങുന്നത്. ഇത് പിണറായി വിജയനെ സംബന്ധിച്ച് കൊടുക്കുന്ന അഡ്വാൻറ്റേജ് വളരെ വലുതല്ലേ? അവിടെ അതാ അവരുടെ നേതാവിനെ വേട്ടയാടുന്നു എന്നുള്ള തരത്തിൽ അവർക്ക് വളരെ മനോഹരമായ ഒരു ക്യാമ്പയിൻ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അങ്ങനെ വേട്ടയാടപ്പെടുന്ന ആളായി പിണറായി വിജയന് മുന്നിൽ നിൽക്കാൻ സാധിക്കുന്നു എന്നുള്ളത് നിങ്ങളുടെ ഈ തന്ത്രം ബൂമറാങ് ആയതിൻ്റെ ഫലം കൂടിയാണ്. ഒന്ന്, ഇതിൽ വേട്ടയാടലല്ല. നിലവിൽ ഹൈക്കോടതിയിൽ ഇദ്ദേഹത്തിന് അനുകൂലമായി വിചാരണ ചെയ്യപ്പെടാതെ കേരളത്തിന്റെ ഖജനാവിന് 374.5 കോടി രൂപയുടെ നഷ്ടം പറ്റിയതായിരിക്കുന്ന കേസിൽ ഇദ്ദേഹത്തിനെതിരായിട്ടുള്ള
റിവിഷൻ പെറ്റീഷൻ 2 പെൻഡിങ് ആണ്. ആ പെറ്റീഷൻ പെട്ടെന്ന് തീർപ്പ് കൽപ്പിക്കണം, പെട്ടെന്ന് എടുക്കണം എന്നുള്ള പെറ്റീഷനാണ് ഇവിടെ ഗവൺമെന്റ് കൊടുത്തിട്ടുള്ളത്. അനന്തമായി 2.5 കൊല്ലം എടുക്കാതെ വെച്ചത് ശരിയല്ല, അതിൽ നടപടി ആവശ്യമുണ്ട് എന്ന് സർക്കാർ ആവശ്യപ്പെടുന്നു. ഒരു കേസിൽ സർക്കാർ പ്രതിയാണ്, നന്ദകുമാറിന്റെ. അതുകൊണ്ടാണ് ഗവൺമെന്റ് ആ നിലപാട് സ്വീകരിച്ചത്. ആ നിലപാട് എന്തേ പിണറായി വിജയന് അങ്ങനെ ഒരു വിചാരണയ്ക്ക് വിധേയനായി അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ സ്വതന്ത്രനാവട്ടെ. പക്ഷെ ഒരു ചോദ്യമുണ്ട്, 374.5 കോടി രൂപ ജനങ്ങളുടെ പൈസയ്ക്ക് കണക്ക് പറയണ്ടേ? അതിന്റെ കണക്ക് ജനങ്ങളെ ബോധ്യപ്പെടുത്തണ്ടേ? അതിൽ വിചാരണ നേരിടാതെ ഏതെങ്കിലും തടിമൊഴി രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ പറ്റുമോ? പറ്റില്ല. ഇവിടെ ഒരു കാര്യം പറഞ്ഞു, CPIM വിഭാഗീയതയാണ് ഇവിടെ UDF ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത്. ഒരിക്കലുമല്ല, ഞങ്ങളത് ഉദ്ദേശിക്കുന്നില്ല. അതിന് കാരണമുണ്ട്. TP വധക്കേസ് നടന്നപ്പോൾ നെയ്യാറ്റിങ്കര തെരഞ്ഞെടുപ്പിന്റെ അന്നേ ദിവസം രമയെ കാണാൻ കോഴിക്കോട് പോയ ആളാണ് ആര്? ബഹുമാന്യനായ ശ്രീ VS അച്യുതാനന്ദൻ. ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് വന്ന് രമയെ കാണാനോ TPയുടെ വാക്ക് പറയാനോ ശ്രമിച്ചില്ല എന്നുള്ളത് മാത്രമല്ല, അന്നത്തെ കേസിലെ പ്രതികൾ വേദിയിലുണ്ട്. കണ്ണൂരിൽ ശ്രീ VS അച്യുതാനന്ദൻ വന്നപ്പോ കാരായി രാജൻ അടക്കമുള്ള ആളുകൾക്ക് വേണ്ടിയാണ് അദ്ദേഹം വോട്ട് അഭ്യർത്ഥിച്ചത്. CPM ഐക്യപ്പെടൽ അന്തരീക്ഷ. ഞങ്ങളെ സംബന്ധിച്ച് ഐക്യപ്പെടലോ അവരുടെ വിഭാഗീയതയോ അല്ല തർക്കം. സ്റ്റേറ്റിന്റെ പണമാണ് പ്രശ്നം, ജനങ്ങളുടെ പണമാണ് പ്രശ്നം. അത് അനന്തമായി നീളുന്നതിനെതിരായി ഇവിടെ കേസ് കൊടുത്തു. പെട്ടെന്ന് കേസ് നടത്തട്ടെ, വിധി പറയട്ടെ, പിണറായി വിജയൻ തെറ്റുകാരനല്ല എന്ന് പിണറായി വിജയൻ സ്ഥാപിക്കട്ടെ. പക്ഷേ വിചാരണയ്ക്ക് വിധേയനാകാതെ ചുളുവിൽ 374.5 കോടി എന്ന് പറയുന്ന കേസ് അപ്രത്യക്ഷമാക്കാം എന്നുള്ളതായിരിക്കുന്ന ധാരണ ശരിയല്ല. അവിടെ സർക്കാർ എന്ന് പറഞ്ഞതിനെയാണ് അദ്ദേഹം നിയമം അനുശാസിക്കുന്ന വിധത്തിൽ അവകാശമനുസരിച്ച് ഡിസ്ചാർജ് വാങ്ങി. ഒരു ജുഡീഷ്യൽ സ്ക്രൂട്ടിനിക്ക് ശേഷമാണ് വിശദമായ വിചാരണ. ശരി, താങ്കൾ പറയുന്നത് പോലെ ഹൈക്കോടതി അങ്ങനെ നടത്താനാണ് ഈ കാര്യത്തിൽ മുൻപിൽ വരുന്ന വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കുന്നത് എങ്കിൽ തീർച്ചയായും അത് നടക്കണമല്ലോ. എൻ്റെ ചോദ്യം ഇനി ശ്രീ ഭാസുരേന്ദ്ര ബാബുവിനോട്. ശ്രീ ഭാസുരേന്ദ്ര ബാബു, പക്ഷേ ഇനി ഏതെങ്കിലും തരത്തിൽ വിഭാഗീയമായ വിഷയങ്ങൾ ഈ കാര്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ? കാരണം VS അച്യുതാനന്ദൻ ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു നിലപാട് പറഞ്ഞിട്ടില്ല. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ഇക്കാര്യത്തിൽ എന്തെങ്കിലും കടുത്ത നിലപാടെടുക്കുമെന്ന് ആരും പ്രതീക്ഷിക്കുന്നും ഇല്ല. മുൻപ് CPIM വിഭാഗീയതയുടെ ഒരു ഭാഗമായിരുന്നു ഈ SNC ലാവ്ലിൻ കേസ് എങ്കിൽ ഇനിയും അതിനൊരു തുടർച്ച ഉണ്ടാകും എന്ന ആശങ്ക പാർട്ടിക്ക് വേണോ? അല്ല, അത്തരമൊരു ആശങ്ക ഇപ്പോൾ നിലനിൽക്കുന്നില്ല എന്നത് വസ്തുതയാണ്. അത് അങ്ങനെ തന്നെ നിലനിൽക്കട്ടെ. ഞാൻ പറഞ്ഞത് വിഭാഗീയതയുടെ പൊതുവായ പശ്ചാത്തലത്തിൽ മാത്രമേ ലാവ്ലിൻ കേസ് പോലെ ഒരു കേസിന് തുടർ നിലനിൽപ്പിന് സാധ്യതയുള്ളൂ എന്ന് ഞാൻ കരുതുമ്പോൾ ശ്രീ സിദ്ദിഖ് ഇപ്പോൾ പറഞ്ഞല്ലോ, ആ കേസിനെ സംബന്ധിച്ച് പ്രാഥമികമായൊരു സ്ക്രൂട്ടിനിക്ക് ശേഷമാണ് പിണറായി വിജയൻ കുറ്റവിമുക്തനാക്കപ്പെട്ടത്. അപ്പോഴും നമുക്കറിയാം, കുറ്റവിമുക്തമാക്കപ്പെടുമ്പോൾ പോലും ശ്രീ പിണറായി വിജയൻ്റെ നിന്ന് പണമൊന്നും പിടിച്ചെടുത്തിട്ടില്ല. ശ്രീ സിദ്ദിഖ് പറയുന്നത് പോലെയാണെങ്കിൽ എല്ലാ നിയമങ്ങളും മാറ്റിവെച്ച് ഒരു ജഡ്ജി അങ്ങനെ വന്ന് ഒരു സുപ്രഭാതത്തിൽ താങ്കൾ പൊയ്ക്കോ എന്ന് പറഞ്ഞത് മാതിരി ഇരിക്കും. അപ്പോൾ അർത്ഥശൂന്യമായ കാര്യങ്ങളാണ് അതൊക്കെ വിടാം. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകേണ്ട കാര്യമേ ഇല്ല. ഇനി പോകേണ്ടി വരുന്നത് കോടതി ആ കേസ് വ്യവഹരിക്കുമ്പോഴാണ്. ഹൈക്കോടതിയിൽ വരട്ടെ, അപ്പോഴല്ലേ ആ പ്രശ്നം വരുന്നുള്ളൂ. അതുവരെ ആ പ്രശ്നം നിലനിൽക്കുന്നില്ല. മറിച്ച് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ തെരഞ്ഞെടുപ്പ് വരുമ്പോഴാണ് അധികാരവുമായി ബന്ധിപ്പിച്ച രാഷ്ട്രീയത്തിൻ്റെ കളി നടക്കുന്നത്. കളി എന്നുള്ള വാക്ക് മാറ്റിവെക്കുക, രാഷ്ട്രീയം വ്യവഹരിക്കപ്പെടുന്നത്. അധികാര രാഷ്ട്രീയത്തിൻ്റെ വ്യവഹാരമാണ് പൊതുവായ തെരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടം. അങ്ങനെ വരുമ്പം അധികാരമാർക്ക് ഏത് വിഭാഗത്തിന്, അല്ലെങ്കിൽ അധികാരം എങ്ങനെ ഏത് പാർട്ടിക്ക് ഏത് മുന്നണിക്ക്, ഇതൊക്കെ തീരുമാനിക്കുന്ന സമയത്ത് ആ അധികാരം പങ്കിടുന്ന വിഭാഗങ്ങൾക്കിടയിൽ തന്നെ ഏതെങ്കിലും സാധ്യത വിഭാഗീയതയുമായി ബന്ധിപ്പിച്ചുണ്ടാക്കാൻ കഴിയുമോ എന്ന് പരിശോധിക്കുക എന്നത് UDFനെ സംബന്ധിച്ച്, മുങ്ങിത്താണ് നിൽക്കുന്ന UDFനെ സംബന്ധിച്ച് എന്താ പറയുക, ജനാധിപത്യ മര്യാദയുടെ അവസാനത്തെ ഉടുവസ്ത്രവും അഴിഞ്ഞു നിൽക്കുന്ന UDFനെ സംബന്ധിച്ച് ഒരു അവസാന അഭയമാണ്. അതാണ് നോക്കുന്നത്, അതാണ് അതിൻ്റെ രാഷ്ട്രീയം. ആ രാഷ്ട്രീയം അവർ കളിച്ചോട്ടെ എന്ന് മാത്രമേ ഞാൻ കരുതുന്നുള്ളൂ. ഇത് അവസാനത്തെ അടവാണോ ശ്രീ ടി സിദ്ദിഖ്? അങ്ങനെയാണ് ശ്രീ ഭാസുരേന്ദ്ര ബാബു അതിനെ കാണുന്നത്. ഞങ്ങൾക്ക് കേരളത്തിലെ ജനങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ ഞങ്ങൾ നടത്തിയ ക്ഷേമ പ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളും മാത്രം മതി. പിണറായി വിജയന്റെ ജാഥ കണ്ണൂരെത്തുമ്പോൾ അദ്ദേഹത്തിന്റെ തലയ്ക്ക് മുകളിലൂടെ പ്ലെയിൻ പറക്കും. എറണാകുളത്തെത്തുമ്പോൾ മെട്രോയിൽ അദ്ദേഹത്തിന് പോയി ജാഥ നടത്താം.
വിഴിഞ്ഞത്തെത്തുമ്പോൾ അദ്ദേഹത്തിന് വേണമെങ്കിൽ കോവളത്തെത്തുമ്പോൾ വിഴിഞ്ഞത്ത് പോയിട്ട് കപ്പലിൽ കയറാം. അദ്ദേഹത്തിന് ഈ ക്ഷേമ പ്രവർത്തനങ്ങൾ നന്നായിട്ട് അനുഭവവേദ്യമാകും. അദ്ദേഹം പോലും കേരളത്തിലെ UDF ഗവൺമെന്റ് ഇത്രയധികം ചെയ്തല്ലോ എന്നുള്ളതായിരിക്കുന്ന ഒരു സമീപനം ചിലപ്പോൾ സ്വീകരിച്ചേക്കാം. അപ്പോൾ ഞങ്ങൾക്ക് ജയിക്കാൻ, ഞങ്ങൾ ഉടുവസ്ത്രം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്, അല്ലെങ്കിൽ ഞാൻ അതിലേക്ക് കടക്കാൻ ആഗ്രഹിച്ചതല്ല. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് കറക്റ്റ് ട്രാക്ക് റെക്കോർഡുമായിട്ടാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പിന് പോകുന്നത്. ഞങ്ങൾക്ക് ഇതിന്റെ ആവശ്യമില്ല. പക്ഷേ സംസ്ഥാന ഖജനാവിന് 374.5 കോടി രൂപയുടെ നഷ്ടം പറ്റിയ ഒരു കേസിൽ വിചാരണയ്ക്ക് വിധേയമാവണ്ടേ? അതിന്റെ വിചാരണ നടക്കണ്ടേ? നടക്കേണ്ടതില്ല എന്ന് നിങ്ങൾ പറഞ്ഞാൽ റിവിഷൻ പെറ്റീഷൻ 10-15 കൊല്ലം അവിടെ കിടന്നാൽ മതിയോ? പറ്റില്ലല്ലോ. അത് നടക്കട്ടെ. നടക്കുന്നതിന് എന്താ ബുദ്ധിമുട്ട്? അത് പെട്ടെന്ന് നടക്കണമെന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ തെറ്റുകാരനല്ല എങ്കിൽ അദ്ദേഹം എക്സോണറേറ്റ് ചെയ്യപ്പെടട്ടെ. ആർക്കാ ബുദ്ധിമുട്ട്? പക്ഷേ ഇവിടെ ചില കാര്യത്തിൽ ചോദ്യത്തിന് മറുപടി പറയണം. ആ ചോദ്യം ഞാൻ നേരത്തെ ചോദിച്ചത്. ആ ചോദ്യത്തിലേക്കൊന്നും നിങ്ങളാരും കടന്നിട്ടില്ല. ഏത് ചോദ്യം? ഇതിന്റെ ജുഡീഷ്യൽ സ്ക്രൂട്ടിനിക്ക് വിധേയമാകട്ടെ. വിധേയമായി സ്റ്റേറ്റിന്റെ നഷ്ടം ഇവിടെ കോമ്പൻസേറ്റ് ചെയ്യപ്പെടണം. അത് മാത്രമേ താല്പര്യമുള്ളൂ. വേറെ ഒരു താല്പര്യമില്ല. നിയമത്തിന്റെ വഴിക്ക് പോട്ടെ, രാഷ്ട്രീയത്തിന്റെ വഴിക്കും പോട്ടെ. ശരി, ഇവിടെ അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് ചൂണ്ടിക്കാണിച്ചതുപോലെ UDF-നെ സംബന്ധിച്ച് കൊച്ചി മെട്രോ ഉണ്ട്, കണ്ണൂർ വിമാനത്താവളമുണ്ട്, വിഴിഞ്ഞമുണ്ട്, അങ്ങനെ പറയാൻ ഒരുപാടുള്ളപ്പോൾ ഒരു SNC ലാവലിൻ്റെ കാര്യം പറയേണ്ട കാര്യം ഞങ്ങൾക്കില്ല എന്നതാണ് അതിൻ്റെ ഒരു ആകെ ചുരുക്കം. ഞാൻ ചോദിക്കുന്നത്, വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ SNC ലാവലിൻ മാത്രമല്ല മറ്റ് അഴിമതിയും ഉണ്ടല്ലോ, മറ്റ് അഴിമതികളും ഉണ്ടല്ലോ. UDF-നെ സംബന്ധിച്ചായാലും അഴിമതി ഒരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാണോ അടുത്ത തെരഞ്ഞെടുപ്പിൽ? അങ്ങനെയാണെങ്കിൽ ഇത് UDF-നെ സംബന്ധിച്ച് ഒരു ആയുധമാകാൻ സഹായിക്കുന്ന ഒന്നാണോ? അല്ല, UDF-നെ സംബന്ധിച്ചോളം അവരുടെ നേതാക്കളൊക്കെ അഴിമതി ആരോപണത്തിൽ ആണ്ടുമുങ്ങി നിൽക്കുകയാണ്. ഇപ്പോൾ സിദ്ദിഖ് പറഞ്ഞ വികസന നേട്ടങ്ങളെക്കുറിച്ചാണ്. അതിൻ്റെ മറുഭാഗത്ത് തുലാസിൻ്റെ മറ്റേ തട്ടിലുള്ളത് ബാർ കോഴയുണ്ട്, സരിതയുണ്ട്, പാറ്റൂർ ഭൂമിയുടെ പാടുണ്ട്, പിന്നെ കെടുകാര്യസ്ഥതയുണ്ട്. അഴിമതിയേക്കാൾ വലുത് കെടുകാര്യസ്ഥതയാണ്. ജൂൺ 1-ാം തീയതി സ്കൂൾ തുറന്നിട്ട് നവംബർ 1-ാം തീയതി പുസ്തകം കിട്ടാത്ത ദുസ്ഥിതിയുണ്ട്, വിലക്കയറ്റമുണ്ട്. അനൂപ് ജേക്കബിൻ്റെ ഒറ്റ വകുപ്പിൽ നടന്ന അതിക്രമങ്ങൾ മാത്രം മതി. കയറ്റുപാടത്തിന് തീ കൊടുത്ത പോലെ സാധനങ്ങളുടെ വില കുതിച്ചു കയറുമ്പോൾ ജനങ്ങൾ കഞ്ഞിക്കാലത്തിലേക്ക് നോക്കിയിട്ട് വോട്ട് ചെയ്യുക. അഴിമതിയൊന്നും വലിയ വിഷയമായിരിക്കില്ല. ഇപ്പോൾ UPA സർക്കാരിനകത്തിന് തോപ്പിച്ച ഏറ്റവും വലിയ ഘടകം വിലക്കയറ്റമായിരുന്നു. അഴിമതിക്ക് 2-ാം സ്ഥാനം 3-ാം സ്ഥാനം ഉണ്ടായിരുന്നു. അപ്പോൾ വിലക്കയറ്റം പോലെയുള്ള ജീവൽ പ്രധാനമായ വിഷയങ്ങൾ ജനങ്ങളുടെ മുമ്പിലേക്ക് പോകുമ്പോൾ അത് തന്നെ എനിക്ക് ഏറ്റവും വലിയ വിഷയം. അഴിമതിയെക്കുറിച്ചൊന്നും ജനങ്ങൾക്ക് അത്ര വലിയ ബോധരക്ഷമൊന്നുമില്ല. ഇവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ മാത്രമല്ല മാർക്സിസ്റ്റുകാർ അഴിമതിക്കാരാണ് എന്ന് സ്ഥാപിക്കാനുള്ളൊരു ശ്രമമാണ് അവർ നടത്തുന്നത്. നടത്തട്ടെ, ഇതൊക്കെ രസമല്ലേ? നമ്മളതിൽ കവിഞ്ഞ പ്രാധാന്യമൊന്നും നൽകേണ്ടതില്ല. ഇതൊന്നും ഇന്നോ നാളെയൊന്നും തീരുന്ന പ്രശ്നവുമല്ല. എല്ലാ തെരഞ്ഞെടുപ്പിനും ഓരോ പാർട്ടിയും അവരാൽ കഴിയുന്ന രീതിയിലൊക്കെ ചെയ്യുമ്പോൾ കഴിഞ്ഞ ദിവസം പത്രത്തിൽ കണ്ടൊരു വാർത്ത, VS അച്യുതാനന്ദൻ്റെ മകനെതിരായിട്ടുള്ള എല്ലാ കുറ്റങ്ങളും കൂടി ചേർത്ത് ഒറ്റ ചാർജായിട്ട് കൊടുക്കാൻ പോകുന്നത് ഏതോ പേപ്പറിൽ കിട്ടും. നല്ല കാര്യമാണ്. സർക്കാർ ഭരണം തുടങ്ങി 4.25 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് ഇത് വന്നത്. ഇവിടെ VD സതീശൻ്റെ നേതൃത്വത്തിൽ വലിയൊരു അന്വേഷണ കമ്മിറ്റി എടുത്ത് ഇപ്പോൾ തന്നെ ആ ചെറുപ്പക്കാരനെ തൂക്കി കൊല്ലുന്നൊക്കെ പേപ്പറിൽ വന്നായിരുന്നു. വിഷ്ണുനാഥൊക്കെ ഉണ്ടായിരുന്ന കമ്മിറ്റിയിൽ. ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഭൂമി ദാനക്കേസ് 1977 കരുണാകരൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഏതോ വിമുക്ത ഭടന് ഭൂമി കൊടുത്തു. ആ ഭൂമി കിട്ടിയ ആൾ VS-ൻ്റെ അകന്ന ബന്ധുവായി പോയി. അതാണ് കുറ്റം. അത് 2014-ലാണ് ഇത് 2011-ലാണ് പൊങ്ങി വരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഏത് വടിയും എടുത്തു അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അടിക്കാം, തിരിച്ചും കൊടുക്കും. ഇടത് മുന്നണിക്കാർ അവരാൽ കഴിയുന്നത്. ഇതൊക്കെ ഒരുതരം വിഴുപ്പലക്കൽ കവിഞ്ഞ പ്രാധാന്യമൊന്നും ഇതിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതിൽ ശ്രീ ഭാസ്കരേന്ദ്ര ബാബു, ഒരേ തൂവൽ പക്ഷികളാണ്. ബാർ കോഴയോ സോളാറോ ഒക്കെ തെരഞ്ഞെടുപ്പിൽ ഉന്നയിക്കുമല്ലോ സ്വാഭാവികമായും ഇടതുപക്ഷം. അതിനുള്ള മറുപടിയാണ് SNC ലാവ്ലിൻ കേസ്. നമ്മളൊരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് കേളികൊട്ടായി കഴിഞ്ഞിരിക്കുന്നു. SNC ലാവ്ലിൻ കേസ് എന്നുള്ളത് അവിടെ നിന്നുള്ള ആദ്യത്തെ വെടിയാണ്. അല്ല, ഞാനത് അങ്ങനെ തന്നെ കാണുന്നുണ്ട് എന്ന കാര്യം ആദ്യമേ സൂചിപ്പിക്കുകയുണ്ടായി. പക്ഷെ അങ്ങനെ കാണുമ്പോഴും അഭിലാഷ്, ഞാനത് പരിശോധിക്കുന്നത് UDF-ൻ്റെ ഒരു ആക്ഷേപം എന്ന നിലയ്ക്ക് ഉള്ള ഒരു വ്യവഹാര സാധ്യത ഇനി ലാവ്ലിൻ കേസിന് ഇല്ല. അത് ഒരു മൃതശരീരത്തിന് ജീവൻ കൊടുക്കാനുള്ള വൃഥാശ്രമം പോലെ മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയല്ലത്, മറിച്ച് മറ്റ് ലക്ഷ്യങ്ങൾ അതിലേക്ക് സഞ്ചരിച്ചു കൂടായികയില്ല. ആ ലക്ഷ്യങ്ങളുടെ സാധ്യത എത്രയുണ്ട് എന്ന് നമുക്ക് പറയാനാവില്ല. കാരണം ഇതിൻ്റെയൊക്കെ പുറകിൽ പ്രവർത്തിക്കുന്ന ചില ഗൂഢശക്തികളുണ്ട്. ഉദാഹരണത്തിന് ഇപ്പം സരിതാ കേസിനെ മറച്ചുവെക്കാനാണിത് എന്നൊന്നും ഞാൻ കരുതുന്നില്ല. മാധ്യമങ്ങളുടെ നിലപാട് ഇക്കാര്യത്തിൽ എന്തായിരിക്കും എന്ന് നമുക്കിപ്പോഴും ഉറപ്പിച്ചുകൂടാ. പല യാഥാസ്ഥിതിക ശക്തികൾ പലതരം ഇടപാടുകളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ കാലാവസ്ഥയാണ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൻ്റെ കാലാവസ്ഥ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുമാതിരി അധികാരത്തെ സംബന്ധിച്ച് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന താരതമ്യേന വ്യക്തമാർന്ന ഒരു ചിത്രമുണ്ട്. ആ ചിത്രത്തെ എങ്ങനെ മാറ്റിമറിക്കാം എന്നുള്ള ശ്രമം വിവിധ രംഗങ്ങളിൽ, വിവിധ കോർണറുകളിൽ
വിവിധ സാമ്പത്തിക താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ആളുകളുടെ ഇടയിൽ നിന്നുണ്ടാകാം. അങ്ങനെ ഉണ്ടാകുന്നതിൻ്റെ ഒരു നേരിയ പ്രതിഫലനം കൂടി ആയിരിക്കാം ഇത്. കാത്തിരിക്കാം, കാണാം എന്നേ പറയാം. അതാണ് ആ കാര്യത്തിൽ താങ്കൾക്ക് പറയാനുള്ളത്. ചർച്ച ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക്. ടി സിദ്ദിഖ് വൈരനിര്യാതനത്തിനായി രാഷ്ട്രീയ എതിരാളികൾക്ക് നേരെ ഭരണകൂടങ്ങൾ നടത്തുന്ന പ്രയോഗങ്ങൾ പലപ്പോഴും ഇരുതല മൂർച്ചയുള്ള ആയുധങ്ങളാണ്. ഇവിടെ അഡ്വക്കേറ്റ് ജയശങ്കർ ചൂണ്ടിക്കാണിച്ചതുപോലെ വി എസ് അച്യുതാനന്ദനെതിരെ കുറേ ആരോപണങ്ങൾ ഉന്നയിച്ചു. ഭൂമിദാന കേസിൻ്റെ FIR ഹൈക്കോടതിയിലെ ജഡ്ജി സതീഷ് ചന്ദ്രൻ ക്വാഷ് ചെയ്യുന്നത് ആ സന്ദർഭം നമ്മുടെ മുന്നിലുണ്ട്. അതുപോലെ തന്നെ കേരളത്തിൻ്റെ മസ്തിഷ്കം റിലയൻസിന് വിറ്റു എന്നൊക്കെ വലിയ കോലാഹലങ്ങളൊക്കെ ഉണ്ടാക്കിയ ഡാറ്റാ സെൻറ്റർ കേസിൽ എന്താണ് CBI കണ്ടെത്തിയത് എന്നുള്ള കാര്യം നമുക്ക് നല്ല ബോധ്യമുണ്ട്. അതുപോലെ ഇവിടെ പിണറായി വിജയനെ സംബന്ധിച്ച് വലിയ തോതിൽ ഒരു നേട്ടമുണ്ടാക്കാനുള്ള അവസരം ഒരുക്കി കൊടുത്തിരിക്കുകയാണോ നിങ്ങൾ എന്നുള്ളതാണ് എൻ്റെ അവസാനത്തെ ചോദ്യം. വൈരനിര്യാതന ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുന്നത് കേരളത്തിലെ CPIM ആണ്, ഇടതുപക്ഷമാണ്. കാരണം അവർ 3 ഗവൺമെന്റ് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉമ്മൻചാണ്ടിക്കെതിരായി കേരളത്തിൽ പാമോലിംഗ് കേസിൽ സാക്ഷിയായി നിർത്തി, അത് കഴിഞ്ഞ് പിന്നീട് മുഖ്യമന്ത്രിയായപ്പോൾ നേരെ പ്രതിപട്ടികയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തി, പരാജയപ്പെട്ട് അതുപോലെയുള്ള വൈരനിര്യാതന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന കേരളത്തിലെ CPIM-ന്റെ ശൈലിയാണ്. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ UDF-ന്റെ കുറെ ആളുകൾക്കെതിരായി അതിൽ തന്നെ ശ്രീ സിദ്ദിഖ് വിചാരണ നടക്കണം എന്ന് ഈ ചർച്ചയിൽ ആദ്യം മുതൽ അവസാനം വരെ പറഞ്ഞ താങ്കൾ ഈ പാമോലിൻ കേസിന്റെ കാര്യം ഏറ്റവും ഒടുവിലായി പരാമർശിച്ചത് നന്നായി. ആ കേസിൽ എന്താണ് മന്ത്രിസഭ, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന 2005-ലും ഈ തവണയും തീരുമാനിച്ചത് എന്താണ്? ആ കേസ് അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു ഈ മന്ത്രിസഭ, എഴുതിത്തള്ളാനാണ് തീരുമാനിച്ചത്. നിങ്ങളാണ് എന്നിട്ട് വിചാരണ നടക്കണമല്ലോ എന്നൊക്കെ പറയുന്നത്. അല്ല, ഞങ്ങൾ ഈ കേസ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ്, VS-ന്റെ നയനാരുടെ ഒക്കെ ഗവൺമെന്റ് വലിയ കൃത്യമായി സ്ക്രൂട്ടനൈസ് ചെയ്ത് ശ്രീ ഉമ്മൻചാണ്ടിയെ സാക്ഷിയാക്കി വെച്ചതിന് ശേഷം പിന്നെ ഉമ്മൻചാണ്ടി പ്രതിയാക്കണം എന്ന് പറഞ്ഞ് വ്യവഹാരം നടത്തുന്നതായ ശ്രീ VS അച്യുതാനന്ദനും അതുപോലെയുള്ള ആളുകൾ നടത്തുന്ന വൈരനിര്യാതന പ്രവർത്തന ശൈലി ഞങ്ങൾക്കില്ല എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ലാവലിംഗ് കേസിൽ നഷ്ടമല്ല ഉണ്ടായത്, 8.72 കോടി രൂപ ലാഭമാണ് ഉണ്ടായത്. ഞാൻ അതിന്റെ സമയവുമില്ല. ഞാൻ ആ വൈരുദ്ധ്യം ചൂണ്ടിക്കാണിക്കുകയാണ് സിദ്ദിഖ് ചെയ്തത്. ലാവലിൻ കേസിൽ നിങ്ങളുടെ സർക്കാർ രണ്ട് തവണ പാമോലിൻ കേസ് അവസാനിപ്പിക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചതിനെ ഹൈക്കോടതി ചോദ്യം ചെയ്തിട്ടുണ്ട്, നിശിതമായി വിമർശിച്ചിട്ടുണ്ട്. അത് ഈ സന്ദർഭത്തിൽ ഒന്ന് ഓർക്കുക മാത്രമാണ് ചെയ്തത്. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന്. ഒരു നയാ പൈസ നഷ്ടം വരാത്ത കേസിൽ ശരി, അല്ല, അത് കോടതിയെ ബോധിപ്പിക്കണമല്ലോ. CPIM-ഉം SNC ലാവ്ലിൻ കേസിൽ പറയുന്നത് ഇതാണ്, സംസ്ഥാനത്തിന് നേട്ടമാണ് ഉണ്ടായത്, വൈദ്യുത ഉൽപാദനം ഉയർന്നു, വലിയ തോതിൽ സംസ്ഥാനത്തെ വെളിച്ചത്തിലേക്ക് നയിച്ച നേതാവാണ് പിണറായി വിജയൻ എന്നുള്ളതാണ് ഇക്കാര്യത്തിലെ അവരുടെയും വാദം. അല്ല, അതുകൊണ്ട് അത്തരം വാദങ്ങൾ തീർച്ചയായും കോടതിയെ ബോധിപ്പിക്കണമല്ലോ. നമുക്ക് സമയപരിമിതി ഉള്ളതുകൊണ്ടാണ്. വളരെ നന്ദി. ഒരു സിംഗിൾ യൂണിറ്റ് വൈദ്യുതി അധികം കിട്ടിയിട്ടുണ്ട് അഭിലാഷേ. ടി സിദ്ദിഖ് വളരെ നന്ദി. ശ്രീ ഭാസുരേന്ദ്ര ബാബു, അഡ്വക്കേറ്റ് ജയശങ്കർ, നമസ്കാരം.